അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്, ആസ് എ പ്രൊഫഷണൽ അക്കൗണ്ട് നമ്മൾ ചെയ്താന്ന് പറയാം. അപ്പൊ എപ്പോഴും നമ്മളൊരു എത്തിക്സ് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഇതായിരിക്കണം നമ്മൾ ഇൻട്രഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. ദെൻ അഗെയിൻ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ആൻസറിലും എഴുതാം. സോ ഇത് എഴുതാൻ പറയുന്നത് എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ആൻസർ ഇത്രയോടെ സ്റ്റാൻഡർഡൈസ്ഡ് ആവും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ രീതിയിൽ എഴുതി വരുമ്പോൾ ചിലപ്പോൾ വളരെ കുറവായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ദിസ് ഈ പറയുന്ന സെന്റൻസ് ഞാൻ അതിലോട്ട് എഴുതുക എന്ന് പറയുന്നതിന് മെയിൻ റീസൺ അതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ക്വസ്റ്റിനും എഴുതാം. അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് എപ്പോഴും എഫ്എസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, കാരണം ഇത് യൂസേഴ്സിന് എക്കണോമിക് ഡിസിഷൻ എടുക്കാനുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന സെന്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു എത്തിക്സ് ക്വസ്റ്റിന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, നൗ ഇനി നമ്മൾ എന്തിലോട്ട് വരും, സെനാരിയോയിലോട്ട് വരും. സോ ലെറ്റ്സ് ഇവിടെ ഇപ്പോൾ സെനാരിയോ റിലേറ്റഡ് ടു IFRS 13 ആണ്. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ടല്ല വാല്യുവേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് പറയേണ്ടത്. ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയണം, വെദർ ഇറ്റ് ഓവർസ്റ്റേറ്റ് പ്രോഫിറ്റ് ഓർ ഓവർസ്റ്റേറ്റ് യുവർ അസറ്റ് ഓർ വെദർ ഇറ്റ് അണ്ടർസ്റ്റേറ്റ് എക്സ്പെൻസ് ഓർ അണ്ടർസ്റ്റേറ്റ് ലയബിലിറ്റി. ഇതാണ് ഈ 4 ഫാക്ടറേ വരത്തുള്ളൂ. ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ നമ്മുടെ എക്സ്പെൻസിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് അസറ്റിന്റെ കേസിൽ ചിലപ്പോൾ അസറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യാനോ ലയബിലിറ്റി അണ്ടർസ്റ്റേറ്റ് ചെയ്യാനായിരിക്കും ഇവർ ഓവറോൾ ശ്രമിക്കുന്നുണ്ടാവുക. ഏതൊരു ക്വസ്റ്റനിലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇപ്പം ആ പർട്ടിക്കുലർ ഫിനാൻസ് ഡയറക്ടർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഡെലിബറേറ്റ്ലി അസറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി പറയാം. ഇനിയും രണ്ടാമത്തെ പോസിബിലിറ്റി എന്തായിരിക്കും, ക്വസ്റ്റ്യനിലും പുള്ളിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്, ആ റെലവൻസ് സ്റ്റാൻഡേർഡ് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ദെൻ ഒരു ട്രെയിനിങ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ അവർ ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഇഷ്യൂ ആയിട്ട് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഇത് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് പറയണം. ഈ ചേഞ്ചസ് പുള്ളിക്കാരൻ ഇപ്പം കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ വാട്ട് ആർ ദ ആക്ഷൻസ് വി ക്യാൻ ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മൾ പറയാം. ഈ പർട്ടിക്കുലർ ഏജൻസിയോട് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റീനോടോ എക്സ്റ്റേണൽ റെഗുലേറ്ററി അതോറിറ്റീസിനോട് നമ്മൾ പറയും. അപ്പോൾ ഇതും നടന്നില്ലെങ്കിൽ, അൾട്ടിമേറ്റ്ലി അത് നമ്മൾ പറഞ്ഞിട്ടും നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈക് സിൻസ് വി ആർ ACC അക്കൗണ്ടന്റ് വി ഹാവ് ടു സീക്ക് ദ അബൌട്ട് ഹെൽപ്പ് ഓഫ് ACC ഹെൽപ്പ് ലൈൻ, എത്തിക്കൽ ഹെൽപ്പ് ലൈൻ, ആൻഡ് ടേക്ക് ദ അഡ്വൈസ് ഫ്രം ദം ബിഫോർ ടേക്കിംഗ് ദ നെസസറി സ്റ്റെപ്സ്. അപ്പോൾ ഇതൊക്കെ ആക്ഷൻസിനകത്തിലുള്ളതാണ്. ദെൻ അഗെയിൻ ഫൈനലി നമുക്ക് എപ്പോഴും കൺക്ലൂഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ വി ഷുഡ് ആക്ട് പ്രൊഫഷണലി ആൻഡ് കംപ്ലൈ വിത്ത് ദ റിക്വയർഡ് റൂൾസ് ഓർ കോഡ് ഓഫ് എത്തിക്സ് which will help us to prepare financial statements to show a faithful representation of the transaction in accordance with IAS and IFRS. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് വന്നത്. അപ്പൊ അല്ലാതെ ത്രെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എത്തിക്സിൽ കൂടുതൽ ത്രെറ്റ്സും ഒന്നെങ്കിൽ ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ആയിരിക്കും. അവർ അറിഞ്ഞുകൊണ്ടാണ് ആ ഫോൾട്ട് വരുത്തുന്നതെങ്കിൽ, അല്ല ഇനി ലാക്ക് ഓഫ് അവയർനെസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഹി ഷുഡ് ഗോ അണ്ടർഗോ സം ട്രെയിനിങ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ദെയർ നോളജ് എന്നുള്ളത് പറയാം. സംടൈംസ് സെൽഫ് ഇൻട്രസ്റ്റ് റിട്ടും വരാം. ഇപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് അവരുടെ പേഴ്സണൽ ഒരു ഹൈറാക്കിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ബോണസ് വൈസ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് റിട്ടും പറയാൻ പറ്റും. ബട്ട് ഈ ഒരു പോയിന്റ്സ് ഇപ്പൊ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻട്രഡക്ഷനുള്ള 2 പാരഗ്രാഫ്സ്, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതാൻ പറ്റുന്ന പാരഗ്രാഫ്, ഇതൊക്കെ നമുക്ക് കോമൺലി എല്ലാ എത്തിക്സ് ക്വസ്റ്റനിലും എഴുതാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ദ വേ വി ആർ എക്സ്പ്ലെയിനിങ് ഇറ്റ്, അതിനാണ് ഈ പ്രൊഫഷണൽ മാർക്സ് കിട്ടുന്നത്. അല്ല നമ്മൾ ഡയറക്ട്ലി എന്നിട്ട് പറയുകയാണ് ആ പുള്ളി IFRS 13 തെറ്റായിട്ടാണ് ചെയ്തത്, ഇവിടെ ഈ 2 ത്രെറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഒരു 3-4 ലൈനിൽ ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു സ്കോർ ഫുൾ മാർക്സ്. അപ്പൊ എപ്പോഴും എത്തിക്സ് ക്വസ്റ്റ്യന്റെ ഒരു 6 to 7 മാർക്സ് ആ എത്തിക്കൽ സെനാരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതിനായിരിക്കും കിട്ടുന്നത്. ദ വേ വി ആർ റിപ്പോർട്ടിംഗ് ഇറ്റ്. സ്റ്റാൻഡേർഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു 2-3 സിറ്റുവേഷൻസ് കാണും. അപ്പോൾ ഓരോ സിറ്റുവേഷൻ ചിലപ്പോൾ 3-4 മാർക്സേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 6 to 7 മാർക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. ഇസ് ക്ലിയർ എവരിവൺ? ഉണ്ടോ? എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഇൻട്രഡക്ഷൻ അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഹാഷിം നോട്ട് ചെയ്തോളാം. ക്ലിയർ ആണോ? അത് എത്തിക്സിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ മനസ്സിലായോ?
ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എത്തിക്സ് ആണോ? അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എത്തിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ആണ്. സോ ഗ്രൂപ്പിന്റെ സംഗതി നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഗ്രൂപ്പ് കഴിഞ്ഞാലാണ് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എത്തിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം ഗ്രൂപ്പ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എത്തിക്സ്. സോ അതോടുകൂടി നമ്മുടെ സെക്ഷൻ എ കഴിഞ്ഞു. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം എനി സ്പെസിഫിക് സ്റ്റാൻഡേർഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി കറണ്ട് ഇഷ്യൂസ് ആൻഡ് കറണ്ട് ഡെവലപ്മെന്റ്സിന്റെ ബേസിസിലായിരിക്കും. ഇന്റർപ്രിട്ടേഷനും ഒക്കെ വരുന്നത് ഈ ഫോർത്ത് ക്വസ്റ്റ്യനിലാണ്. ദിസ് ഇസ് ദ നോർമൽ പാറ്റേൺ ദേ ഫോളോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലി സെനാരിയോ വരുന്നത്. കമ്പനീന്റെ ബിസിനസ് മോഡൽ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും അവിടെ. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നീ ചോദിച്ചേ? ലാക്ക് ഓഫ് ലൈക്ക് ഒരു അക്കൗണ്ടന്റിന് കറക്റ്റ് ആയിട്ട് ഇതിപ്പോ കമ്പനി ലൈക്ക് ഒരു ന്യൂ ടെക്നോളജിയാണ്, ആ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ആ ടെക്നോളജി എന്താന്നുള്ളത് അയാൾക്ക് അറിയില്ല. അതൊക്കെ ലാക്ക് ഓഫ് കോമ്പിറ്റൻസിന് വരും, ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി വരും. ഈ ഷുഡ് നോട്ട് ഗോ ട്രെയിനിങ് എന്നുള്ളത് പറയേണ്ടി വരും. ഓക്കെ. അല്ലാതെ ലൈക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ മാത്രമല്ല പറയുന്നത് അല്ലെ? അല്ല. ആ സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ പുള്ളിക്ക് മിസ്റ്റേക്സ് വരുന്നതായിരിക്കാം. ഓക്കെ. അപ്പൊ എപ്പോഴും അക്കോർഡിംഗ് ടു പറഞ്ഞ പറഞ്ഞോ. ഹലോ, പറഞ്ഞോടാ. സാർ ഇപ്പൊ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താൻ ആക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിലോ? ഇന്റിമിഡേഷൻ ത്രെട്ട് പറയാം. ഇന്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇന്റിമിഡേഷൻ ത്രെട്ട് പറയാം. കേട്ടോ? അപ്പോ നമ്മുടെ ഇനി കറണ്ട് ഇഷ്യൂസിലേക്ക് വരുവാണെങ്കിൽ ആസ് ഓഫ് നൗ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ഈ 4 ഏരിയാസ് ആണ്. സോ ദാറ്റ് ഇസ് വാട്ട് അവൈലബിൾ ഇൻ അവർ ലേറ്റസ്റ്റ് സിലബസ്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് ഫോർ ഡിജിറ്റൽ അസറ്റ്സ്, ഈ പറഞ്ഞ ക്രിപ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ദെൻ അക്കൗണ്ടിങ് ഫോർ എത്തിക്സ് ഓഫ് എ നാച്ചുറൽ ഡിസാസ്റ്റർ, ക്ലൈമറ്റ് ചേഞ്ചസിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഈ 2 ഏരിയാസിലും, സെക്കൻഡ് പോയിന്റിലും തേർഡ് പോയിന്റിലും. ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസും അതേപോലെ ആ സ്റ്റാൻഡേർഡ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിന് IASB FS പ്രിപ്പയർ ചെയ്യാനുള്ള റിപ്പോർട്ട്സിനും സ്റ്റാൻഡേർഡ്സ് ഉള്ള പോലെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സിനും ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ്, ഈ 4 എണ്ണമാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ളത് ഇപ്പോൾ കറണ്ട് ഇഷ്യൂസിൽ. സോ ഫസ്റ്റ് വൺ വെൻ ഇറ്റ് കംസ് ടു ഡിജിറ്റൽ അസറ്റ്സ്, അക്കൗണ്ടിങ് ഫോർ ഡിജിറ്റൽ അസറ്റ്സ് വരുമ്പോൾ നമുക്കറിയാം മെയിൻലി നമ്മുടെ ഒരു ഇഷ്യൂ വരുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. സോ ക്രിപ്റ്റോനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്രിപ്റ്റോയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ ഇസ് ലൈക്ക് എ ക്യാഷ്, ബേസിക്കലി ഒരു ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യാണ്. പക്ഷെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഒക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഏതാണ് മക്കളെ? IAS 7 ആണ്. ക്യാഷ് ഫ്ലോ പ്രിപ്പറേഷനും അതേപോലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിനൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ് ഏതാണ്? IAS 7 ആണ്. പക്ഷെ ക്യാഷ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരുവാണെങ്കിൽ ആ ക്യാഷിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. 1000 എന്ന് പറയുന്നത് ഡെഫിനിറ്റ് വാല്യൂ ആണ്. 1000 എന്ന് പറഞ്ഞ നോട്ടിന്റെ വാല്യൂ 1000 തന്നെ ആയിരിക്കും. അല്ലെ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 1200 ആവത്തില്ല, അല്ലെങ്കിൽ 800 ആവത്തില്ല. സോ ഇറ്റ് വിൽ ബി 1000 ഇറ്റ്സെൽഫ്. അങ്ങനെ ഡെഫിനിറ്റ് വാല്യൂ ഉള്ള സാധനമാണ് ക്യാഷ്. പക്ഷെ ക്രിപ്റ്റോയ്ക്ക് അങ്ങനെ ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടോ? ഡസ് ക്രിപ്റ്റോ ഹാവ് എ ഡെഫിനിറ്റ് വാല്യൂ? ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ എപ്പോഴും സെയിം ആണോ? അല്ല, ദിസ് വാല്യൂ കീപ്സ് ഓൺ ചേഞ്ചിങ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? IAS 7 സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? അപ്പൊ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഒരിക്കലും IAS 7 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന റീസൺ മനസ്സിലായോ? ഓക്കെ. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഒരു ഷെയർ പോലെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഷെയർസ് ഒക്കെ പോലെ നമുക്കൊരു റിട്ടേൺ തരുന്നുണ്ട്. അപ്പൊ ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ഏത് പ്രകാരം അക്കൗണ്ട് ചെയ്യുന്നേ? ഷെയർ ഓർ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നേ? ഏതാ സ്റ്റാൻഡേർഡ്? IFRS 9. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് IAS 32. IFRS 32 അല്ല, IFRS 9 അല്ലെങ്കിൽ IAS 32ന്റെ ഡെഫിനിഷൻ ഒക്കെ വരുമോ നമുക്ക് നോക്കാം. പക്ഷെ നമുക്കറിയാം
IAS 32 അല്ലെങ്കിൽ IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി എന്ത് വേണം? There should be a contract. ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടായിരിക്കണം. ആ കോൺട്രാക്ട് പ്രകാരം ഒരാൾക്കത് എന്തായിരിക്കും? ഫിനാൻഷ്യൽ അസറ്റും മറ്റേ പാർട്ടിക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓർ ഈക്വിറ്റി. ഇതാണല്ലോ പിക്ചർ. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടോ ക്രിപ്റ്റോയില് ഒരു കോൺട്രാക്ട് പ്രകാരം ആരെങ്കിലും നിങ്ങൾക്ക് ഫിക്സഡ് റിട്ടേൺ തരാമെന്നെല്ലാം പറയുന്നുണ്ടോ? നിങ്ങൾ വസീറെക്സിൽ ഇപ്പൊ ക്രിപ്റ്റോ കറൻസി വാങ്ങുവാണെങ്കിൽ നോ. സോ ബേസിക്കലി ദർ ഇസ് നോ കോൺട്രാക്ട്. അപ്പൊ ഒരു കോൺട്രാക്ട് ത്രൂ നിങ്ങൾക്ക് ഡിവിഡൻഡ് തരാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും എന്നുള്ളൊരു ഒബ്ലിഗേഷൻ അവിടെ ഇല്ല ആർക്കും. നിങ്ങളത് വാങ്ങുന്നു, നിങ്ങളുടെ റിസ്കിൽ അത് വാങ്ങുന്നു. അതിന്റെ വാല്യൂ കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്, വാല്യൂ കുറയുവാണെങ്കിൽ ലോസ് അല്ലെ. അതായത് ഓപ്പോസിറ്റ് ഒരു പാർട്ടി ഒന്നും ഇല്ല അവിടെ. ആർ ഗെറ്റിംഗ് ഇറ്റ്? അപ്പോ അതുകൊണ്ട് ഇതിനെ ഏതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഷെയർസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ IFRS 9 ട്രീറ്റ്മെന്റ് നടക്കത്തില്ല. പിന്നെന്താ നമുക്ക് ഓപ്ഷൻ ഉള്ളത്? സോ വാട്ട്സ് ദ ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഔട്ട്? യെസ്, പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഉള്ളത് IAS 38 ആണ്. IAS 38 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് IAS 38. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു മക്കളെ? ഐഡന്റിഫയബിൾ ആയിരിക്കണം, പിന്നെ നോൺ മോണിറ്ററി ആയിരിക്കണം, without any physical substance. വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ് അതല്ലേ പറയുന്നേ? ഐഡന്റിഫയബിൾ, നോൺ മോണിറ്ററി, വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ ഈ രീതി ഒരു ഡെഫിനിഷൻ ക്രിപ്റ്റോ മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. ക്രിപ്റ്റോസ് ഐഡന്റിഫയബിൾ ആണോ? ഐഡന്റിഫയബിൾ മീൻസ് ക്രിപ്റ്റോ കറൻസി നമുക്ക് സെപ്പറേറ്റ്ലി വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമോ? യെസ്. ക്രിപ്റ്റോ നമുക്ക് സെപ്പറേറ്റ്ലി വസീറെക്സ് ഒക്കെ ത്രൂ വാങ്ങാം. ഇനി യൂണിറ്റ്സ് വാങ്ങാം, ഇൻ ബ്ലോക്സ് വാങ്ങാം അല്ലെ. അതിന്റെ വാല്യൂ കീപ്സ് ഓൺ ചേഞ്ചിങ് ആണ്. ഡസ് നോട്ട് ഹാവ് എ ഡെഫിനറ്റ് വാല്യൂ. അപ്പൊ നോൺ മോണിറ്ററി ആണ്. ആൻഡ് ഒബ്വിയസ്ലി ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ സബ്സ്റ്റൻസ്. ഷെയർസ് ഒക്കെ പോലെ തന്നെ ഇതിനെന്തില്ല, ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ദ ഫ്രെയിം വർക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിപ്റ്റോയ്ക്ക് സെപ്പറേറ്റ്ലി ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പൊ ഫ്രെയിം വർക്ക് പ്രകാരം ക്രിപ്റ്റോന്റെ ഒരു നേച്ചർ വെച്ചിട്ട് നമുക്ക് അതിനെ എന്തിലോട്ട് കൊണ്ടുവരാം? IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. Is it clear everyone? അപ്പോ ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സാധനം അല്ല. ഓക്കെ, സോ ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് അക്കൗണ്ട് ചെയ്യണം. FS പ്രിപ്പയർ ചെയ്യുന്ന സംഭവം വി ഹാവ് ടു അക്കൗണ്ട് ഫോർ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്രിപ്റ്റോ. അപ്പോൾ കൺസെപ്ഷ്യൽ ഫ്രെയിം വർക്ക് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആസ് ഓഫ് നോ ഏതൊരു മോഡലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ? Most cryptocurrencies are more likely to fall within the scope of IAS 38, that is intangible assets. Okay, അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ തന്നെ നമുക്ക് രണ്ട് മോഡൽ ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വാല്യുവേഷൻ മോഡൽ ഏതൊക്കെയാണ് നമുക്കുള്ളത്? We have got cost model, പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്താ മക്കളെ? രണ്ട് മോഡൽ ഏതൊക്കെയാ? ഫെയർ വാല്യൂ മോഡൽ ആണോ? IAS 38 രണ്ട് മോഡൽസ് ഏതൊക്കെയാ? റിവാലുവേഷൻ മോഡൽ, റിവാലുവേഷൻ മോഡൽ. അപ്പൊ പ്രിഫറബിളി ക്രിപ്റ്റോയുടെ വാല്യൂ കീപ്സ് ഓൺ ചേഞ്ച് ചെയ്യുവാണ്, അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള ഐറ്റം ആണ് ക്രിപ്റ്റോ എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കോസ്റ്റ് കാണിക്കുന്നതായിരിക്കും ബെറ്റർ പ്രസന്റേഷൻ, അല്ലെങ്കിൽ റിവാലുവേഷൻ മോഡൽ കാണിക്കുന്നതായിരിക്കും? ലോങ് ടേം ഒക്കെ ബേസിക്കലി ലോങ് ടേം പെർസ്പെക്റ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി നാൾ ഹോൾഡ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിസ്ക് ഫാക്ടർ ആണ്. അല്ലെ, ഒരു കൈൻഡ് ഓഫ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണ് കൂടുതലും ആൾക്കാർ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടൈമിലേക്ക് ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ, ബട്ട് ക്രിപ്റ്റോയുടെ നേച്ചർ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാം. എപ്പോൾ വേണമെങ്കിൽ എനിക്ക് വസീറെക്സിൽ സാധനം വിൽക്കാം. അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 24 hours ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ് അല്ലെ. ഷെയർസ് പോലൊന്നും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ നോർമലി നമുക്കറിയാം റിവാലുവേഷൻ ഗെയിൻസ് ഒക്കെ നമ്മൾ എവിടെ കാണിക്കുന്നത്? OCയിലാണ് കാണിക്കുന്നത്. ബട്ട് ആസ് യു സെഡ്, മെനി എൻറ്റിറ്റീസ് ഇൻവെസ്റ്റ് ഇൻ ക്രിപ്റ്റോ ഫോർ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് അല്ലെ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ റീവാല്യൂ ചെയ്യണം. ഓക്കെ, നമ്മൾ IAS 38 വരുന്ന IAS 38 വരുമ്പോൾ നമുക്ക് കോസ്റ്റ് മോഡൽ അല്ലാതെ പിന്നെ ഒരു ഓപ്ഷൻ റിവാലുവേഷൻ മോഡലേ ഉള്ളൂ. സോ നോർമലി ഈ പറയുന്ന റിവാലുവേഷൻ ഗെയിൻ ഒക്കെ നമ്മൾ എവിടെ കാണിക്കുന്നത്? OCയിലാണ് കാണിക്കുന്നത്. പക്ഷെ ക്രിപ്റ്റോയുടെ കേസിലോട്ട് വരുമ്പോൾ അതിന്റെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലും ട്രേഡ് ചെയ്യുന്ന എന്തിലാണ്? കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടേം ആണ്. ആ ഷോർട്ട് ടേമിലുള്ള ബെനിഫിറ്റ്സ് ചേഞ്ചസ് ഗെയിൻ ചെയ്യാനാണ് കൂടുതലും ആൾക്കാർ നോക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഷോർട്ട് ടേം ഫെയർ വാല്യൂ ഗെയിൻ ഓർ ലോസസ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ഷോർട്ട് ടേം ഗെയിൻ ഓർ ലോസസ് നമ്മൾ എവിടെ കാണിക്കും? ഷോ ഇറ്റ് ഇൻ P&L. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അപ്പോൾ കാരണം കംപ്ലീറ്റ്ലി ഇത് ഈ സ്റ്റാൻഡേർഡിൽ ഫിറ്റ് ഇൻ ആവുന്ന ഒരു സാധനമല്ല. പിന്നെ ഉള്ളതിൽ ഭേദം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, IAS 30 കൊണ്ടുവരുന്നത്. ബട്ട് ക്രിപ്റ്റോ വിച്ച് ഈസ് മെയിൻലി ട്രേഡഡ് ഫോർ ഷോർട്ട് ടേം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ IFRS 9 ചെയ്യുന്ന പോലൊക്കെ തന്നെ ആ ഗെയിനെ നമുക്ക് ഇവിടെ കാണിക്കാം. ആ ഫിനാൻഷ്യൽ അസറ്റ് ഇൻ IFRS 9 ഷോർട്ട് ടേം ഗെയിൻ ഓർ ലോസ് കാണിക്കുന്ന പോലെ ഇവിടെയും ആ ഗെയിൻ ഓർ ലോസ് നമുക്ക് എവിടെ കാണിക്കാം മക്കളെ? വി ക്യാൻ ഷോ ഇറ്റ് ഇൻ P&L. ക്ലിയർ ആണോ? അപ്പൊ ക്രിപ്റ്റോയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ക്ലിയർ ആണോ? അപ്പൊ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഇല്ല, ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ക്ലിയർ? നോട്ട് ചെയ്തോ. സോ if you just note it down. ആ ഫെയർ വാല്യൂ നമ്മൾ റീമെച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇമ്പയർമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടേമിലാണെങ്കിൽ നമ്മൾ എനിവേ വി യൂസ് ടു റീമെച്ചർ ഇറ്റ് ടു ഇറ്റ്സ് ഫെയർ വാല്യൂ. അപ്പൊ പിന്നെ അഡീഷണൽ ഇമ്പയർമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവന്റെ ഒരു 2018 SBR ഉള്ളപ്പോൾ തൊട്ട് തന്നെ ഉള്ളൊരു കറണ്ട് ഇഷ്യൂ ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ചാൻസ്. അതിന്റെ ക്ലിയർ ഒരു കൺസെപ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഇത് കറന്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നാണ് നമ്മോട് പറയുന്നത്. ഇതാണ് ആസ് ഓഫ് നോ ഉള്ള നമ്മുടെ ഒരു ഓപ്ഷൻ. അല്ല എന്തെങ്കിലും ഇൻവെസ്റ്റിംഗ് ക്രിപ്റ്റോ നമുക്ക് ബുക്സ് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പൊ കാണിച്ചേ പറ്റൂ. അപ്പോൾ ആ ഓൾറെഡി ഒരു IAS 38 ഉണ്ട്. IAS 30 റിവാലുവേഷൻ മോഡൽ കംപ്ലീറ്റ്ലി അതേപോലെ ഫോളോ ചെയ്യുന്നില്ല. വിൽ റീമെഷർ ഇറ്റ്. പക്ഷെ ഗെയിൻ ഓർ ലോസ് നമ്മളിവിടെ കാണിക്കും, P&L കാണിക്കും. അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഓഫ് IAS 38. ഓക്കെ, IFRS പറയുന്നതാണ് എങ്ങനെ ചെയ്യണം. ഫ്രെയിം വർക്ക് ആണ് പറയുന്നത്. കൺസെപ്ഷ്യൽ ഫ്രെയിം വർക്ക് പ്രകാരമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. IFRS സ്റ്റാൻഡേർഡ്സ് ഇല്ല നമുക്ക്. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. whenever there is no accounting standard അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? വിൽ യൂസ് ഫ്രെയിം വർക്ക് ഇൻസ്റ്റെഡ്. ഓക്കെ, അപ്പോൾ ഒരു റെലവെന്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ, റെലവെന്റ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതേ ചെയ്യാൻ പറ്റും. ഫൈൻ. സോ ഇതേപോലെ വരുന്ന സിസ്റ്റമാണ് ഇനിഷ്യൽ കോയിങ് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ കോയിങ് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ FM പഠിക്കുന്ന സംഭവമാണ് ക്രൗഡ് ഫണ്ടിങ്. കേട്ടോ? എന്താ ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ വി നോ ദാറ്റ് എവറി കമ്പനി നീഡ്സ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ IPO ചാനൽ ത്രൂ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഒരു ത്രൂ വിയ ഇന്റർനെറ്റ് നമ്മൾ ഈ ടോക്കൺസ് ഒക്കെ റേസ് ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ICO പർച്ചേസ് ചെയ്യുക, ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് വാങ്ങുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ക്രിപ്റ്റോഗ്രഫിക് ആയിട്ടുള്ള അസറ്റ് ആണ്. സംതിങ് റിലേറ്റഡ് ടു ക്രിപ്റ്റോ കറൻസി. ഒരു സെയിം ലോജിക് ആണ് ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഹാഷിക് ഒരാളത് ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് വാങ്ങുന്ന സമയത്ത് ഇൻ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്ന ചില ടോക്കൺസ് ആയിരിക്കും. ആ കമ്പനിയുടെ ചില ടോക്കൺസ് കിട്ടും. ഈ ടോക്കൺസ് ചിലപ്പോൾ യൂട്ടിലിറ്റി ടോക്കൺ ആയിരിക്കാം. യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റോ കമ്പനി സർവീസോ വാങ്ങാം. ഓർ ഇറ്റ് വിൽ ബി എ സെക്യൂരിറ്റി ടോക്കൺ. സെക്യൂരിറ്റി ടോക്കൺ മീൻസ് ആ ഒരു ടോക്കൺ നിനക്ക് ആ കമ്പനിയുടെ ഇക്വിറ്റി സ്റ്റേക്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും തരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന് വെച്ചാൽ ഒരു കോയിൻ ഒരു വാല്യൂ കാണും. അത് വാങ്ങുന്ന സമയത്ത് ഇൻ റിട്ടേൺ നമുക്ക് എന്ത് കിട്ടും? അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യാഷ് ത്രൂ വാങ്ങാം, അല്ലെങ്കിൽ ത്രൂ ബിറ്റ് കോയിൻ ത്രൂവും വാങ്ങാം. ഇപ്പോഴത്തെ ഒരു രീതിയിൽ ദേ ആർ ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് കംസ് ഇൻ ദ ഫോം ഓഫ് ദിസ് ബിറ്റ് കോയിൻ ആസ്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാന്നുള്ളതാണ് കമ്പനിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ഇറ്റ്സ് ലൈക്ക് എ പൂളിംഗ് ദ ഫണ്ട് ഫ്രം ദ ക്രൗഡ്. അപ്പോൾ ഇറ്റ്സ് സിമിലർ ടു എ ക്രൗഡ് ഫണ്ടിങ്. അപ്പോൾ കൂടുതലും ഈ
ടെക് ഇൻഡസ്ട്രീസ് ആണ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ടെക് എന്റർപ്രണേഴ്സ് ആണ് കൂടുതലും ഈ പറയുന്ന ICO യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ കസ്റ്റമേഴ്സ് അല്ല, ഇറ്റ് വിൽ ബി മോർ ലൈക്ക് ടെക് ഓറിയന്റഡ് ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന് പറയുന്നത് ഇസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ടു ക്രിപ്റ്റോ, അല്ലെങ്കിൽ ഇനി ക്രിപ്റ്റോഗ്രഫിക് അസറ്റ്സ് എന്ന് തന്നെ പറയാം. വി ആർ റേസിംഗ് ഫണ്ട് ത്രൂ ക്രിപ്റ്റോഗ്രഫിക് അസറ്റ്സ്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ICO വാങ്ങുന്നു, ഒരു കമ്പനിയുടെ ICO വാങ്ങുന്നു, അല്ലെങ്കിൽ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് വാങ്ങുന്നു. സോ വെൻ ദേ പർച്ചേസ് ദിസ് ICO, ഇൻ റിട്ടേൺ അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ചില ടോക്കൺസ് ആയിരിക്കും. അപ്പൊ ആസ് എ കമ്പനി എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉള്ളത്, സോ ഫണ്ട് വരും കമ്പനിയിലോട്ട്, എന്ത് വരും? ഫണ്ട് വരും. അപ്പോൾ ഫണ്ട് വരുമ്പോൾ ഡെബിറ്റ് എന്താ? ഡെബിറ്റ് ക്യാഷ് വരാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കേസിൽ ക്യാഷിന് പോലെ അവർ എന്തും തരാൻ പറ്റും. ക്യാഷിന് പോലെ എന്തും വരാം, ടോക്കൺ വരാം. ക്രിപ്റ്റോ. അപ്പോൾ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിൽ ഒരാൾക്ക് ഇത് വാങ്ങാൻ പറ്റുന്നത്, ഈ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിലേക്ക് സാധനം കൊണ്ടുവരാൻ പറ്റുന്നത് എന്താ? ഏതർ ത്രൂ ക്യാഷ് ഓർ ക്രിപ്റ്റോ ആണ്. സോ ഐ നോ ദാറ്റ് ഐ ഹാവ് ടു ട്രൈ ദ ഡെബിറ്റ് എൻട്രി. ഡെബിറ്റ് എൻട്രി എഴുതും. ക്യാഷ് ആയിട്ടാണോ വരുന്നത്? ക്യാഷ് വരുവാണെങ്കിൽ ഡെബിറ്റ് ക്യാഷ്, അല്ലെങ്കിൽ ഡെബിറ്റ് ക്രിപ്റ്റോ. അപ്പൊ ഷെയർ ഇഷ്യൂ പോലെ തന്നെയാണ്. ബട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്വിറ്റിയിലോട്ട് മാത്രമാണ് സ്റ്റേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെ അല്ലാന്നേ ഉള്ളൂ. സോ ഇവിടെ ക്രെഡിറ്റ് ആണ് ഇഷ്യൂ. സോ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ വെച്ചിട്ട് ചിലപ്പോൾ ഇത് യൂട്ടിലിറ്റി ടോക്കൺ ആയിരിക്കാം, ചിലപ്പോൾ ഇത് സെക്യൂരിറ്റി ടോക്കൺ ആയിരിക്കാം. ഓക്കെ, യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ എന്താ ഗുഡ്സോ സർവീസ് ആ കമ്പനിയുടെ വാങ്ങാം. അപ്പൊ അതിനെയാണ് യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ICOയുടെ ഇൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കാം? സെക്യൂരിറ്റി ടോക്കൺ ആയിരിക്കാം. സെക്യൂരിറ്റി ടോക്കൺ മീൻസ് ഇൻ ദാറ്റ് സെനാരിയോ യു വിൽ ഗെറ്റ് എ സർട്ടൻ പെർസെന്റേജ് ഓഫ് സ്റ്റേക്ക് ഇൻ ദ കമ്പനി. ഓക്കെ, അപ്പോൾ ആസ് ആൻ അക്കൗണ്ടന്റ് എനിക്ക് ഇവിടെ വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഡെബിറ്റിന്റെ ഭാഗം എനിക്ക് ക്ലിയർ ആണ്. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഡെബിറ്റ് ക്യാഷ് ഓർ ക്രിപ്റ്റോ എന്നുള്ള സാധനം എനിക്ക് ക്ലിയർ ആണ്. ബട്ട് വാട്ട്സ് കംസ് ഇൻ ടു മൈ മൈൻഡ് ഈസ് ലൈക്ക് ക്രെഡിറ്റ് ഞാൻ എന്തിലോട്ട് കൊടുക്കും എന്നുള്ളതാണ്. ക്രെഡിറ്റ് ഞാൻ ഒരു ഇക്വിറ്റി ആയിട്ട് കാണിക്കോ, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കോ, അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് കാണിക്കോ? നോർമലി ക്രെഡിറ്റ് എന്തൊക്കെ പോവാം? ക്രെഡിറ്റ് ക്യാൻ ബി ഒരു സാധനം, ക്രെഡിറ്റിൽ ലയബിലിറ്റി പോവാം, ക്രെഡിറ്റിൽ റവന്യൂ വരാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇക്വിറ്റി വരാം. സോ ഇൻ നോർമൽ സെനാരിയോ. അപ്പോൾ നോർമലി അപ്പം ഈ 3 സിറ്റുവേഷനിലോട്ടാണ് ക്രെഡിറ്റ് പോകുന്നത്. അപ്പൊ ഈ ക്രെഡിറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ആറ് ഡിസിഷൻ ആണ്. ആ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യണം. ഓക്കെ, സപ്പോസ് ദാറ്റ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഈസ് ഹാവിംഗ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ്. അപ്പോൾ ഫ്യൂച്ചറിൽ ക്യാഷ് ആണ് റിട്ടേൺ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറൊരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ് ഈ ടോക്കൺ ഹോൾഡറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് എന്ന് പറയുമ്പോൾ അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്? ലയബിലിറ്റി. സോ ഇഫ് ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി നോക്കണം. സോ നമുക്ക് ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ആണോ ഇൻ റിട്ടേൺ ഫോർ ദി സ്റ്റോക്ക് നോക്കാം. ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? ആ കിട്ടിയ ഫണ്ട് റേസ് ചെയ്ത് നമ്മൾ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് ഫൈനാൻഷ്യൽ ലയബിലിറ്റി. ഓക്കെ, ഇനിയും അവർക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ്സിൽ നിന്ന് ഇൻ ഫ്യൂച്ചർ ഒരു റിട്ടേൺ കൊടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഒക്കെ പോലെ ഫ്രം ദ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ്സ് ഇൻ ഫ്യൂച്ചർ യു വിൽ ഗെറ്റ് സം പേയ്മെന്റ് ഔട്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ്സ് എന്ന് പറയുകയാണെങ്കിലോ ക്രെഡിറ്റ് എന്തിലോട്ടായിരിക്കും പോകുന്നത്? ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ്സ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സിൽ നിന്ന് ഒരു പേ ഔട്ട് ആയിരിക്കും പോകുന്നത് എന്ന് പറയുവാണെങ്കിൽ അവിടെ നമുക്ക് ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ് ഇല്ല, അല്ലെ? അപ്പൊ അത് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോ ഹിയർ വി ഹാവ് ടു മേക്ക് പേ ഔട്ട് ഫ്രം അവർ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ്സ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് എങ്ങോട്ടായിരിക്കും മക്കളെ പോന്നെ? The credit will go to equity. ഇനി ഇത് കിട്ടുന്നത്, ഈ ടോക്കൺ ഇഷ്യൂ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഒരു കസ്റ്റമറിനാണ്. ഹി ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ് ആസ് എ യൂട്ടിലിറ്റി ടോക്കൺ. അപ്പോഴോ പുള്ളി അത് വെച്ചിട്ട് നമ്മുടെ ചില പ്രൊഡക്റ്റും സർവീസും ആണ് എൻജോയ് ചെയ്യുന്നെങ്കിലോ? അൾട്ടിമേറ്റ്ലി ദിസ് റെസിപ്പിയന്റ് ഈസ് എ കസ്റ്റമർ ബേസിക്കലി പറയുവാണെങ്കിൽ. How will you account it? Revenue. So അവിടെ നമ്മളിത് ക്രെഡിറ്റ് പോകുന്നത് എങ്ങോട്ടായിരിക്കും?
will go to revenue. ഈ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് അല്ലേ? അതെ അതെ അതെ, ഡിവിഡൻഡ് ആണ്. റെസിപ്പിയന്റ് ഈസ് എ കസ്റ്റമർ, ദെൻ പിന്നെ നമുക്ക് അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? റവന്യൂ ആയിട്ട് അക്കൗണ്ട് ചെയ്യാം. Is it clear everyone? Well, initial coin offering is almost like a crowdfunding. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മക്കളെ? നമ്മുടെ സർവീസ് എന്താണ്, അല്ലെങ്കിൽ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് സർവീസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോമിസ് ആണ് കൊടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Is it clear? ഇതിപ്പോ ഒന്നും വന്നിട്ടില്ല, ഇത് ഒന്നും വന്നിട്ടില്ല, നമുക്ക് ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. കമ്മിങ് അണ്ടർ നൺ ഓഫ് ദി എബോവ് എന്നുള്ള സിറ്റുവേഷൻ ആണെന്ന് വെച്ചോ. ഇത് മൂന്നിലോട്ട് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്താ ഓപ്ഷൻ? നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക? ഒരു പ്രൊവിഷൻ IAS 37 പ്രകാരം ഈ എമൗണ്ട് എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഇഫ് നൺ ഓഫ് ദി എബോവ് സിറ്റുവേഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിൽ ക്രെഡിറ്റ് ടു നമുക്ക് എന്തിലോട്ടെങ്കിലും ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അതായത് എങ്ങോട്ടെങ്കിലും ക്രെഡിറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എന്തിലോട്ടാക്കും? വിൽ ക്രെഡിറ്റ് ടു IAS 37 പ്രൊവിഷൻ പോലെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ ആണോ? ഇറ്റ്സ് ക്ലിയർ എവരിവൺ? അപ്പൊ അക്കൗണ്ടിങ് ഫോർ ഡിജിറ്റൽ അസറ്റ്സിൽ നമുക്ക് മെയിൻലി രണ്ട് സിറ്റുവേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഒന്നെന്താ? ക്രിപ്റ്റോ, ഒന്ന് ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് ആയിരിക്കും വരുന്നത്. ഈ രണ്ട് പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് നോളജ് ആണ് നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഈ നോളജ് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കണമെന്നേ ഉള്ളൂ. അല്ല ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റൻ ഒന്നും വരത്തില്ല. ഫൈൻ. Okay. Now accounting for natural disasters. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, കാരണം അത് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഇപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി പ്രൊവിഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മളത് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ലെറ്റ്സ് സേ വരുവാണ്, അല്ലെങ്കിൽ സുനാമി വരുവാണ്, അല്ലെങ്കിൽ ഫ്ലഡ് വരുവാണ്, അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് ഇപ്പൊ റീസെന്റ് കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് വരുന്നു. അപ്പൊ നമുക്കറിയാം അതിന്റെ പ്രോസസ് ഓഫ് റിക്കവറി, കമ്പനി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരണമെങ്കിൽ ഇറ്റ് മേ ടേക്ക് സം ടൈം, ഒരു 1 or 2 years ഒക്കെ എടുക്കാം. അപ്പോൾ എസ്പെഷ്യലി ഫോർ ദ കമ്പനി ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദിസ് ഏരിയാസ് വിച്ച് ഇസ് ഹൈലി അഫക്റ്റഡ് ബൈ ദിസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അവർക്ക് അപ്പം ഇതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ FSലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ സ്റ്റാൻഡേർഡിലായിരിക്കും ഇമ്പാക്ട് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ directly it's point out to a scenario of impairment. അസറ്റിന്റെ പെർഫോമൻസിനെ ആയിരിക്കും ആദ്യം അഫക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസിനെ ആയിരിക്കും അഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്ട്ലി നമ്മൾ ഇവിടോട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിറ്റുവേഷൻ ഏതാണ്? ഇമ്പയർമെന്റ് ആണ്. ഇതെല്ലാത്തിലും വരാം. IAS 16 ഇമ്പയർമെന്റ് ഇമ്പാക്ട് വരാം. ഇറ്റ് ക്യാൻ അപ്ലൈ ടു IAS 38 വരാം. ഇമ്പയർമെന്റ് ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് വരാം. ഇമ്പയർമെന്റ് എന്ന് പറയുന്ന സാധനമാണ് വരുന്നത്. അത് ചിലപ്പോൾ അസറ്റിന് വരാം, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള പൈസ ഒന്നും ആൾക്കാർ തരത്തില്ല. ഇപ്പൊ ഒരു ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഭൂമിയെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടക്കാരോട് പൈസ തരാനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ആ ലോൺ ഒക്കെ ചിലപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇമ്പയർമെന്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് IFRS 9 വരാം. as well as impairment can happen for inventory as well. അപ്പൊ അതിന് നമുക്ക് ഏതാ സ്റ്റാൻഡേർഡ്? IAS 2.
IAS2 ഇൻവെന്ററി ഷുഡ് ബി മെഷർഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അപ്പൊ ഇൻവെന്ററിയുടെ ആ ഒരു വാല്യൂവിന് ഒരു ചേഞ്ച് വരും. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്തിന്റെയാണ്? ഇമ്പയർമെന്റിന്റെയാണ്. അപ്പൊ ഇമ്പയർമെന്റ് it can happen for some monetary assets and non-monetary assets. So especially IAS16, IAS38 പോലുള്ള സ്റ്റാൻഡേർഡ്സിൽ ഇമ്പയർമെന്റ് വരാം. അവിടെ നമ്മൾ ഇമ്പയർമെന്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാ? സ്റ്റാൻഡേർഡ് ഏതായിരിക്കും? IAS16 IAS36. ഇവിടെ രണ്ടിടത്തും IAS36 തന്നെയാണ്. ഫിനാൻഷ്യൽ അസറ്റ്സിലോട് വരുമ്പോൾ ഇമ്പയർമെന്റ് എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് തന്നെ പറയുന്നുണ്ട്. IFRS 9 പറയുന്നുണ്ട്. ഇനി ഇമ്പയർമെന്റ് ഓഫ് ഇൻവെന്ററി അക്കൗണ്ട് ചെയ്യുന്ന ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്? IAS2 ആണ്. അപ്പൊ ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പയർമെന്റ് എന്നൊരു സിറ്റുവേഷൻ സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗെറ്റിംഗ് ഇറ്റ്? ഇമ്പയർമെന്റ് എന്നൊരു സനാരിയോ വരാം. ഇറ്റ് ക്യാൻ either apply to this one or intangible assets, or even it can apply for financial assets. Or impairment for inventory situation വരാം. ഓക്കെ ആണോ? ഇനി ഇമ്പയർമെന്റ് ഇമ്പാക്ട് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ ഇമ്പാക്ട്. വേറെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വരും, എന്തെങ്കിലും അഡീഷണൽ ഫാക്ടേഴ്സ് വി ഹാവ് ടു കൺസിഡർ. ഇമ്പയർമെന്റ് ആണ് മെയിൻ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ അസറ്റ് ഇമ്പയർ ആയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എനിത്തിങ് എൽസ്? നമുക്കറിയാം ഇങ്ങനത്തെ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ കോവിഡ്, ഇങ്ങനത്തെ അൺഫോർസീൻ റിസ്ക്, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലേ? അപ്പൊ അൺഫോർസീൻ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കവർ ചെയ്യാൻ നമ്മൾ എന്തെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും? എല്ലാ കമ്പനീസും എന്തെടുത്തിട്ടുണ്ടായിരിക്കും? Insurance. Yes. It's coming to that point. എല്ലാ കമ്പനീസും എന്തെടുത്തിട്ടുണ്ടായിരിക്കും? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോസ് റിക്കവർ ചെയ്യാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക. ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഈ ലോസ് റിക്കവർ ചെയ്യാനായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെ? അപ്പോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉള്ള ഒരു മെയിൻ ഇഷ്യൂ എന്താണ്? റിപ്പോർട്ടിംഗ് എൻട്രിക്ക് ഇതെന്തായിരിക്കും? ഒരു അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ആ ലോസ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ക്ലെയിം ചെയ്യുവാണ്. അസറ്റ് ഓർ ലയബിലിറ്റി? അസറ്റ്. എന്ത് അസറ്റ് ആയിരിക്കും ഇത്? ഇത്രയോടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കണ്ടിജന്റ് അസറ്റ്. വെരി ഗുഡ്. അപ്പൊ ഇത് എന്തിലോട്ട് വരും? ഇത് ഏത് സിറ്റുവേഷനിലോട്ട് വരും മക്കളെ? അസറ്റ് ആണ്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ്. കണ്ടിജന്റ് അസറ്റ് ആണ്. അപ്പൊ കണ്ടിജന്റ് അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഡിസ്ക്ലോഷർ ചെയ്യാം. ആ ഡിസ്ക്ലോഷർ പറയാ. അല്ലാതെ സംഭവം ശരിക്കും കിട്ടും എന്ന് വെർച്വലി സർട്ടൺ ആവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ മോർ ദാൻ ഒരു 95% നിങ്ങൾക്ക് ഷുവർ ആണ് ഈ സാധനം കിട്ടും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്തുള്ളൂ? അസറ്റ് റെക്കഗ്നൈസ് ചെയ്തുള്ളൂ. ക്ലിയർ എവരിവൺ? അപ്പൊ അല്ലാതൊരു പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവരുടെ സൈഡ്. പ്രോബബിൾ ചാൻസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? ജസ്റ്റ് റെക്കോർഡ് കണ്ടിജന്റ് അസറ്റ്. അല്ല, ചാൻസസ് വെർച്വലി സർട്ടൺ ആണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസീപ്റ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ? നമ്മള് ഒരു അസറ്റ് ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇപ്പൊ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ രണ്ട് ഇമ്പാക്ട് നമ്മൾ നോക്കി. ഒന്ന് ഇമ്പയർമെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, മറ്റൊന്ന് ഇൻഷുറൻസ് എന്ന് പറയുന്ന സെനാരിയോ. ഇസ് ക്ലിയർ? ക്രെഡിറ്റ് P&L പോവാ? ഏത് ഡെബിറ്റോ? അല്ല, ക്രെഡിറ്റ് അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോ ക്രെഡിറ്റ് P&L ആയിരിക്കുമ്പോ നമുക്ക് ആ പൈസ റിക്കവർ ചെയ്യുമല്ലേ? ഓക്കെ. Then anything else we have to consider? അപ്പൊ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ കോവിഡ് ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, കുറെ പേരെ കമ്പനീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? പിരിച്ചുവിടും. യെസ്. അപ്പൊ പിരിച്ചുവിടുമ്പോ എന്ത് വരും അവിടെ? ബേസിക്കലി റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത്. ഒന്നെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ ചില ഡിവിഷൻ അവർ മൊത്തം
ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ. ഇപ്പൊ റീസെന്റ് കോവിഡ് വന്നോണ്ട് നമുക്കറിയാം എന്തൊക്കെ എഫക്ട്സ്. അപ്പോൾ ഇങ്ങനെ പിരിച്ചുവിടുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ കമ്പനി ഒരു ഡിവിഷൻ സെൽ ഓഫ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ബിസിനസ് നമ്മൾ കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ചെയ്യുന്നു, കോസ്റ്റ് സേവിംഗ് ആണ് എല്ലാവരും ആ സമയത്ത് നോക്കിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് നമ്മുടെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ എന്തായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ലീഡ് ടു എ റീസ്ട്രക്ചറിങ് കോസ്റ്റ്. റീസ്ട്രക്ചറിങ് കോസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ റീസ്ട്രക്ചറിങ് കോസ്റ്റ് നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാ അക്കൗണ്ട് ചെയ്യുന്നത്? Function ആണോ സർ? 37. IAS 19 IAS 19 ആണ് റീസ്ട്രക്ചറിങ് കോസ്റ്റ്. അല്ലല്ല. റീസ്ട്രക്ചറിങ് വരുന്ന സമയത്ത് Function 37. റീസ്ട്രക്ചറിങ് ആണെങ്കിൽ അത് എന്തിലോട്ട് വരും? IAS 37 പ്രൊവിഷനിലേക്ക് വരും അല്ലെ? അപ്പൊ ആസ് ആൻ അഡീഷണൽ ലയബിലിറ്റി വരുന്ന സംഭവമാണിത്. അഡീഷണൽ ലയബിലിറ്റീസ് കാറ്റഗറിയിൽ റീസ്ട്രക്ചറിങ് കോസ്റ്റ്, റിഡൻഡൻസി കോസ്റ്റ് ഒക്കെ വരും. അപ്പോൾ റിഡൻഡൻസിക്ക് വരുന്ന സമയത്ത് IAS 37 ആയിരിക്കും നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ? ഒരു പ്രോപ്പർ ഡീറ്റെയിൽ പ്ലാൻ ഉണ്ടായിരിക്കണം വിത്ത് റെസ്പെക്ട് ടു റീസ്ട്രക്ചറിങ്. പിന്നെന്താ? Communicated to those affected by it. It should be communicated to those affected by the district. So basically IAS 37 ആ നോളജ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? Is it clear everyone? അഡീഷണൽ ലയബിലിറ്റി നമുക്ക് റീസ്ട്രക്ചറിന്റെ സിറ്റുവേഷൻ വരാം. ഇനിയും വേറെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എൻവയൺമെന്റൽ ഡാമേജ് ഒക്കെ നമ്മളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, സോ മേ ബി വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. മേ ബി ഇഫ് യു ഹാവ് ഒബ്ലിഗേഷൻ ടു റിപ്പയർ എനി എൻവയൺമെന്റൽ ഡാമേജ്, അല്ലെങ്കിൽ ഒരു സോർട്ട് ഓഫ് ഡീകമ്മീഷനിങ് കോസ്റ്റ് ഒക്കെ വരാം. ഓക്കെ, സോ ഡീകമ്മീഷനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനോടൊക്കെ വരുമ്പോൾ അത് ഫ്യൂച്ചറിൽ വരുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ എന്തെടുക്കേണ്ടി വരും? ഫ്യൂച്ചറിൽ വരുന്ന ഒരു എമൗണ്ട് ആണ്. സോ അഗെയിൻ വി ഹാവ് ടു ക്രിയേറ്റ് പ്രൊവിഷൻ. പക്ഷെ ഡീകമ്മീഷനിങ് ആണ്, അതിന്റെ പ്രസന്റ് വാല്യൂല് വേണം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറഞ്ഞോ. റേറ്റ്സിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഏതിലാണോ? നമ്മൾ ഡീകമ്മീഷൻ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ലൈഫ് കുറയുന്ന സമയത്ത് ലോസ് ആയി ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ വേഗം പ്രൊവിഷൻ ഇത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ റേറ്റ് കൂട്ടുകയാണല്ലോ കുറയ്ക്കുകയാണോ? അല്ല, ഡീകമ്മീഷനിങ് സിറ്റുവേഷൻ എന്താണ്? നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് റേറ്റ് അപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ളത് ക്വസ്റ്റിന് തരും. അപ്പൊ ആ ഫ്യൂച്ചർ എമൗണ്ടിന്റെ എന്തെടുക്കണം? പ്രസന്റ് വാല്യൂ എടുക്കും. ഓക്കെ, സോ റിഡൻഡൻസിയുടെ പാർട്ട് കഴിഞ്ഞു. സോ അഡീഷണൽ ലയബിലിറ്റീസിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡീകമ്മീഷനിങ് കോസ്റ്റ് ഒക്കെ വരാം. വാല്യൂലായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഒരു ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എടുത്തിട്ട് വേണം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ. This all comes under IAS 37 itself. ഇനിയും അഡീഷണൽ ഫാക്ടേഴ്സ് വരുന്ന ഡിഫേർഡ് ടാക്സ് ആണ്. ഡിഫേർഡ് ടാക്സിന്റെ ഒരു ഇമ്പാക്ട് പറയാം ഇവിടെ. എന്തായിരിക്കും എന്ന് പറയാം ഡിഫേർഡ് ടാക്സിന് ഇമ്പാക്ട്? ഡിഫേർഡ് ടാക്സിന്റെ ഇമ്പാക്ട് ഓൺ ദിസ് റീസ്ട്രക്ചറിങ് എന്തായിരിക്കും? ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ടാക്സ് അസറ്റ് നമ്മൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ് മേ അഫക്ട് ദ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി അല്ലെ? കമ്പനിയുടെ ഫ്യൂച്ചർ ടാക്സബിൾ പ്രോഫിറ്റിനെ ഇത് അഫക്ട് ചെയ്യും. ചിലപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? So because of these disasters it may impact the future taxable profit. കമ്പനിക്ക് ഫ്യൂച്ചറിൽ ടാക്സബിൾ പ്രോഫിറ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ചിരുന്ന സമയത്തായിരിക്കും ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. സോ വി കനോട്ട് റെക്കഗ്നൈസ് ഈ സിറ്റുവേഷൻ. നമുക്കപ്പോൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല?
We cannot recognize deferred tax asset. അപ്പോൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഇത് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ ഇതിലെ പല സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് വരുത്തൊന്നുമില്ല. ഇറ്റ് വിൽ ബി എനി വൺ ഓഫ് ദിസ് സിറ്റുവേഷൻസ്. അപ്പൊ എന്തിന്റെയൊക്കെ ഇമ്പാക്ട് നമ്മൾ നോക്കി? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്റെ ഇമ്പാക്ട് പറഞ്ഞോ. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റ് റെക്കോർഡ് ചെയ്ത് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാം? ഓൾറെഡി ലൈക് ഡീറെക്കഗ്നൈസ് ചെയ്യണ്ടേ? ഡീറെക്കഗ്നൈസ് ചെയ്യാം. ഡെബിറ്റ് ടു പി ആൻഡിൽ ക്രെഡിറ്റ് ഡിഫേർഡ് ടാക്സ് അസറ്റ്. അത് ലിറ്ററലി ശരിക്കും അത് വീണ്ടും ലോസസിനെ കൂട്ടല്ലേ? അത് ലൈക് കമ്പനി അല്ല ഞാൻ ചോദിക്കട്ടോ. നമ്മൾ അസറ്റ് കുറയുവാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഇമ്പയർമെന്റും അഡീഷണൽ ലയബിലിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എല്ലാം ഇറ്റ്സ് ലൈക്ക് എ ചാർജ് അല്ലേ? അൾട്ടിമേറ്റ്ലി ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോ ഇങ്ങനെ ആക്കി ടു ദ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എത്തുന്ന എന്തിലോട്ടാ? ലോസസ്. ഇതെല്ലാം എത്തി വരുന്നത് അറ്റ് ദി എൻഡ് എന്തിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്? കോസ്റ്റും അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്ന ആ ഒരു ഇന്ററപ്ഷനും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കേണ്ടി വരും? ചില സമയത്തൊക്കെ ചില ബാങ്ക് കവണൻസ് ഒക്കെ നമ്മൾ ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എ സിറ്റുവേഷൻ വെയർ വി ഹാവ് സം മെറ്റീരിയൽ അൺസർട്ടനിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഗോയിങ് കൺസേൺ ഓഫ് അവർ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരിക്കും സിറ്റുവേഷൻ കൊണ്ടുപോകുന്നത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റുക. നമ്മൾ ഗോയിങ് കൺസേൺ ബേസിസ് മാറ്റിയിട്ട് നമ്മൾ ഏത് ഓൾട്ടർനേറ്റീവ് ഒരു ബേസിസ് എടുക്കുക? എന്തായിരുന്നു? കറന്റ് ഇയർ ബേസിസ്. കറന്റ് ഇയർ ബേസിസ്, ബ്രേക്കപ്പ് ബേസിസ് എന്നുള്ള സിറ്റുവേഷനോട്ട് വരും. ബ്രേക്കപ്പ് ബേസിസ്. So ultimately these things will lead to going concern issues. So മെറ്റീരിയൽ ആയിട്ടുള്ള കുറെ ഇവന്റ്സ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ലീഡ് ടു ഗോയിങ് കൺസേൺ ഇഷ്യൂസ്. കാരണം ബിസിനസിന്റെ ഒരു ഓവറോൾ ഒരു ഇന്ററപ്ഷൻ വരുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ കുറെ അഡീഷണൽ കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. Additional cost as well as our overall business interpretation കാരണം we are getting some material uncertainty with respect to going concern. കമ്പനിക്ക് ഫ്യൂച്ചറിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലോട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എത്തും. അത് ഗെറ്റിംഗ് ഇറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആസ് പെർ IAS 1 നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് മാറ്റും. ഗോയിങ് കൺസേൺ ബേസിസ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്തിലോട്ട് ആക്കും? അത് ഒരു ബ്രേക്കപ്പ് ബേസിലോട്ട് മാറ്റും. Is it clear? So this will be same. ഈ സെയിം ഇമ്പാക്ട് ആണ് ക്ലൈമറ്റ് ചേഞ്ചസിലും വരുന്നത്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചസിൽ ഓൾമോസ്റ്റ് ഈ സെയിം രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് പോകുന്നുണ്ടാവുക. ഇവിടെ ഇമ്പയർമെന്റ് സെനാരിയോ വരാം, ഈ പറയുന്ന അഡീഷണൽ ലയബിലിറ്റീസിന്റെ സെനാരിയോ വരാം, ദെൻ ഗോയിങ് കൺസേൺ ഇഷ്യൂസ് വരാം. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചസിൽ അഫക്റ്റഡ് ആവുന്ന കാര്യങ്ങളാണ്. അപ്പൊ കറണ്ട് ഇഷ്യൂസിൽ അപ്പൊ ഇപ്പോ ആസ് ഓഫ് നൗ ഒരു ഇത്തിരി ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട ഏരിയാസ് ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ ഡിജിറ്റൽ അസറ്റ്സ്, ദെൻ natural disasters as well as climate change factors. പിന്നെ finally development of sustainability reporting അല്ലെങ്കിൽ sustainability standard, the importance of sustainability reporting and developing the sustainability standards. അപ്പൊ ഈ പോയിന്റ് ക്ലിയർ ആണോ? സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷനിലാണ് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ്ലി കവർ ചെയ്യാം. അപ്പൊ ആസ് ഓഫ് നൗ ഉള്ള കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഇത് കൂടാതെ ഇഷ്യൂസ് ഉള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് കവർ ചെയ്തപ്പോൾ പറഞ്ഞ കുറെ ഇഷ്യൂസ് ഉണ്ട്. റവന്യൂ, ഷെയർ ബേസ് പേയ്മെന്റ്, പ്രൊവിഷൻ, ബിസിനസ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ IAS, ക്യാഷ് ഫ്ലോസ്, ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിലും അവസാനം നമ്മൾ പഠിച്ച ക്രിറ്റിസിസംസ് ഇല്ലേ, ഈ ക്രിറ്റിക്സ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അതും ചിലപ്പോൾ എന്തായിട്ട് വരാം? കറണ്ട് ഇഷ്യൂ ആയിട്ട് വരാം. റവന്യൂന്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, റവന്യൂ എത്രത്തോളം പെർഫെക്റ്റ് ആണെങ്കിലും എന്താണ്, കുറെ എടുത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് നമ്മുടെ ജഡ്ജ് നമ്മൾ അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റവന്യൂ പോയിന്റ് ഓഫ് ടൈം വേണോ, ഓവർ ദ പീരീഡ് ഓഫ് ടൈം വേണോ എന്ന്
ജഡ്ജ്മെന്റ്. അപ്പൊ ജഡ്ജ്മെന്റിലേക്ക് പോകുമ്പോൾ വീണ്ടും അതെന്താണ്, ആ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിലേക്കാണ് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പൊ ഓരോ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചപ്പോൾ കുറെ ക്രിറ്റിസിസംസ് പഠിച്ചു. അത് തന്നെയാണ് ഈ സ്റ്റാൻഡേർഡ്സിനകത്തൊക്കെ ഉള്ള ക്രിറ്റിസിസംസും നമുക്ക് എന്തായിട്ട് വെക്കാം, ഒരു കറണ്ട് ഇഷ്യൂ ആയിട്ട് വെക്കാം. അപ്പൊ ദാറ്റ് ഈസ് ഓൾറെഡി കവേർഡ് അലോങ് വിത്ത് അവർ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? Yes, sir. അപ്പൊ അതാണ് ഞാൻ Segmented reporting important ആണ്. പറഞ്ഞത്. കറണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ്സിൽ പഠിച്ചതല്ലാതെ ഒരു ചെറിയ 2-3 ടോപ്പിക്കാണ് അഡീഷണലി കയറി വരുന്നത്. ഓക്കെ ആണോ മക്കളെ? Segmented reporting ന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്ലോഷേഴ്സ് ആണ്, ഡിസ്ക്ലോഷേഴ്സിലേക്കാണ് അത് പോകുന്നത്. IFRS 8 നമ്മൾ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് നമ്മൾ പഠിച്ചതല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്ലോഷേഴ്സ് അതാണ്, ആ ക്രൈറ്റീരിയാസ് ഒന്നും അറിഞ്ഞിരിക്കുക എന്നേ ഉള്ളൂ. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അവിടെ എല്ലാം നമ്മള് എല്ലായിടത്തും അൾട്ടിമേറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ജഡ്ജ്മെന്റിലേക്ക് പോകുമ്പോഴാണ്. ആ ജഡ്ജ്മെന്റിലാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം ഞാൻ എത്രത്തോളം ചെയ്താലും അറ്റ് ദ എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ പുള്ളിയുടെ ജഡ്ജ്മെന്റ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റാൻഡേർഡ്സിനൊന്നും റെലവൻസ് ഇല്ല, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊന്നും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കമ്പനിയൊന്നും. എല്ലാവരും ഇതും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിൽ നമുക്ക് ഓഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ ഓഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഓഡിറ്റിംഗ് എത്ര പാടായിട്ടുള്ള പരിപാടിയാണ്. കാരണം എല്ലാവരും അൾട്ടിമേറ്റ്ലി പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും എല്ലാം ചെയ്തു പോകുന്നത്. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കൊടുത്താലും ദേ വിൽ ബി ഗ്ലിച്ചസ്, അല്ലെങ്കിൽ ഫ്ലോസ് വരും. അത് അൾട്ടിമേറ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ദേ വിൽ ബി ഫ്രം ഫ്ലോസ്. അത് ചിലപ്പോൾ ചില ഇൻഫർമേഷൻ ലിമിറ്റഡ് ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആഡിക്വേറ്റ് നോളജ് പുള്ളിക്കാരൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ ദേ വിൽ ബി മോർ ഓഡിറ്റ് റിസ്ക്. അതാണ് നിങ്ങൾ ട്രിപ്പിളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആസ് ഓഫ് നൗ ഒരു അക്കൗണ്ടന്റിന് ശരിക്കും ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. സോ ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഏരിയസിൽ നിന്നൊക്കെ തന്നെയാണ്. ഓക്കെ ആണോ മക്കളെ? സോ നെക്സ്റ്റ് വൺ, ഇനി നമ്മുടെ എത്തിക്സിന്റെ ഭാഗം നമ്മൾ ഓൾറെഡി നോക്കിയാണ്. അപ്പൊ എത്തിക്സ് അല്ലാതെ ബാക്കിയുള്ള ഏരിയാസ് നമുക്കൊന്ന് കവർ ചെയ്ത് പോവാം. ദിസ് ഇസ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോൾ ബേസിക്കലി നമ്മൾ FR പഠിച്ചിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളൊരു ഫൈനാൻഷ്യൽ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? റേഷ്യോ, ക്യാഷ് ഫ്ലോ, സം അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ നമ്മൾ കമ്പനി അനലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ കൂടുതലും അവർക്ക് നോക്കുന്ന കാര്യം എന്താ? പാട്ടല്ല, കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ്സ്. അല്ലെങ്കിൽ ഇപ്പൊ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഒരു ലൈഫ് എത്രത്തോളം കാണും, അല്ലെങ്കിൽ ആ ഐഡിയ എന്ന് പറയുന്നത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം, ഇപ്പൊ കംപ്ലീറ്റ്ലി ആൾക്കാർ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് കാര്യം പുതിയ വരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എപ്പോഴും കൂടുതലും വീഗനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റിനെ ഹാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ്.
ലൈക്ക് എസ്പെഷ്യലി ഒരു വെസ്റ്റേൺ കൾച്ചർ അത് മാറി വരുന്നുണ്ട്. സ്ലോലി ഇറ്റ് വിൽ കം ടു അവർ സ്റ്റൈൽ ആസ് വെൽ. ക്യാമ്പയിൻസും ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, എവറി കമ്പനി സ്റ്റാർട്ടഡ് ഡൂയിങ് CSR പോളിസീസ്. അപ്പോൾ അല്ലാതെ ഈ പറയുന്ന നിരാംബാനിയൊക്കെ വന്നിട്ട് ഇത്രയും മരവും അല്ലെങ്കിൽ കുറെ പിള്ളേരെ പഠിപ്പിക്കുന്നു, അങ്ങനെ കുറെ ദേ ആർ ഡൂയിങ് മെനി തിങ്സ്. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹയർ പാഷനേറ്റ് അബൌട്ട് ഇപ്പൊ 2 കമ്പനീസ്, ഇന്ത്യയുടെ തന്നെ 2 മേജർ കമ്പനീസ് ആണ്, നിങ്ങൾക്കറിയാം, ടാറ്റ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ദെൻ ഇറ്റ്സ് ലൈക്ക് അംബാനി. ആ 2 ആൾക്കാരാണ്. ഇതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് പാഷൻ ഫോർ ടാറ്റ ഉണ്ട്. അതിന് റീസൺ തന്നെ എന്താണ്? ദേ ആർ ഡൂയിങ് സംതിങ് ബെറ്റർ ഫോർ ദ കൺട്രി എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് അല്ലെ. ആ ഒരു ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ആ ഒരു അഫെക്ഷൻ ആ പർട്ടിക്കുലർ കമ്പനി. അത് നിങ്ങൾക്ക് ആർക്കും അവിടെ ഷെയർ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ഷെയർ ഉണ്ടാവുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേ IPO ഒക്കെ വന്നു. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് ദം ഹാവ് സബ്സ്ക്രൈബ് ഫോർ ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി പബ്ലിഷ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ വരും. സോ ഓൾ ദീസ് തിങ്സ് മാറ്റേഴ്സ്. അപ്പൊ എല്ലാവർക്കും അറിയാം ഇതിന്റെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ അറിയാം. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സം അതർ ഫാക്ടേഴ്സ്. നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. അപ്പൊ ആ ആസ്പെക്റ്റിലോട്ടൊക്കെ പോകുമ്പോഴാണ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സും, അതിന്റെ റിപ്പോർട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, അക്കൗണ്ടന്റ് അല്ല അത് പ്രിപ്പയർ ചെയ്യുന്നത്, കൂടുതൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്സ് ആണ്. ബട്ട് എഗെയിൻ അതിന്റെ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് വേണം, അതിനൊരു കമ്പാരബിലിറ്റി ഫാക്ടേഴ്സ് ഒക്കെ വേണം. സോ കമ്പനിയുടെ വി ഹാവ് കൺസിഡേർഡ് സം അതർ മെഷേഴ്സ് ടു ഫൈൻഡ് ദിസ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഇസ് ഇൻ എ വേ നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഒരിക്കലും എക്കോണമിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ രീതിയിൽ ഒരു അഫക്റ്റഡ് വരുത്തില്ല. എൻവയോൺമെന്റിനെ ഹാം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു ഭാഗമാണ് ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് ആണ്. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സിൽ നമ്മൾ ഫൈനാൻസിനെ പറ്റിയിട്ടും നമ്മുടെ എംപ്ലോയീസിനെ പറ്റിയിട്ടും we'll discuss about different capitals in integrated reporting. So integrated is like a mix of both financial and non-financial performance. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക എന്താണ്, കമ്പയർഡ് ടു എ നോർമൽ റിപ്പോർട്ട് ത്രൂ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഓർ ത്രൂ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ഹൗ വി ക്യാൻ അട്രാക്ട് മോർ ഇൻവെസ്റ്റേഴ്സ്. ഈ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിങ് എൻട്രി രജിസ്റ്റേറ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അല്ല. How it will improve the face of our company or how it can bring more investors to our company. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ഡിസ്കഷൻ ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, റേഷ്യോ കാൽക്കുലേഷൻ ഒക്കെ വളരെ കുറവേ വരത്തുള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി F5-ലും F7-ലും F9-ലും ഒക്കെ കണ്ട റേഷ്യോസ് തന്നെയൊക്കെ ഉള്ളൂ. സോ വി നോ ദാറ്റ് വി ഹാവ് ഗോട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. എന്താ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് വരാം, ലിക്വിഡിറ്റി റേഷ്യോസ് വരാം, ദെൻ ഗിയറിംഗ് അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് ഉണ്ട്, then ഇൻവെസ്റ്റേഴ്സ് റേഷ്യോസ് ഉണ്ട്. സോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്തൊക്കെയാ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ ഈ റേഷ്യോസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. then operating profit margin is like operating profit divided by sales into 100. then return on capital employed, operating profit, that is PBIT divided by capital employed. ഇതൊക്കെ നമ്മൾ കുറേ ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ കുറെ പേപ്പേഴ്സിൽ ഓൾറെഡി കവേർഡ് ആണ്. അപ്പൊ ആ റേഷ്യോസിലൊന്നും വലിയ റെലവൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ട് FR-ലൊക്കെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തതാണ്. അത് വീണ്ടും ഇവിടെ ചോദിക്കാൻ പോകുന്നില്ല റേഷ്യോ അനാലിസിസ്. സോ ഫണ്ടമെന്റൽ റേഷ്യോസ് എല്ലാം നിങ്ങൾക്ക് അറിയത്തില്ല. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഗിയറിംഗ്, ഇൻവെസ്റ്റർ റേഷ്യോ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ബേസിക് റേഷ്യോസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? പറഞ്ഞോടാ. ഇതെന്താ SBR-ന്റെ റെലവൻസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വരുമോ? SBR-ല് റേഷ്യോസിന്റെ ഒരു റെലവൻസ് വരുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ IAS 17-ൽ നിന്ന് IFRS 16-ലേക്ക് ഒരു ചേഞ്ച് വന്നു. ഇങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് how it will impact our FS എന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംതിങ് വിച്ച് ഇസ് സ്പെസിഫിക് ടു റേഷ്യോസ് അവർ ചോദിക്കാം. മനസ്സിലായോ? ആ പഴയ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ നിന്ന് പുതിയ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലോട്ട് വന്നപ്പോൾ അത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെ എങ്ങനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ ROC-നെ അതെങ്ങനെ എഫക്ട് ചെയ്തു. അപ്പോൾ അതിന് ഈ നോളജ് റെലവെന്റ് ആണ്. അല്ല ഡയറക്ട്ലി വന്നിട്ട് എന്ത് ചോദിക്കൂല, they won't ask a question directly from
ഇനി റേഷ്യോ ഒരു FS തന്നിട്ട് റേഷ്യോ അനലൈസ് ചെയ്യാൻ പറയത്തില്ല. ഓക്കെ ഓക്കെ മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എറർ വരുത്തിയത് കൊണ്ട് EPS വരുന്ന ഇമ്പാക്ട് എന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. സോ അവിടെ നമുക്ക് ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാന്നുള്ളതല്ല, ഓവറോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്ന സമയത്ത് നമ്മളത് പറയുന്നുണ്ട്, ഇത് P&L പോവും, ഇത് SOFP പോവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻട്രി എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോളജ് ആണ് ആക്ച്വലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു റൈറ്റ് ദ ആൻസേഴ്സ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെ എഗെയിൻ ഒരു കാൽക്കുലേഷനിലേക്കല്ല പോകുന്നത്. ഇഫ് യു റിമെമ്പർ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരു ലീസ്റ്റ് പ്രോപ്പർട്ടീന്റെ ഒരു ക്വസ്റ്റ്യൻ, ഹാലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഹാലം പ്രോപ്പർട്ടീനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കാണിച്ചത്, റാദർ ദാൻ ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ ഫൈനാൻസ് ലീസ്. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇറ്റ് മേ അഫക്ട് ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പൊ ഈ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്, ആസ് പെർ ദ റിപ്പോർട്ടഡ് ഫിഗേഴ്സ് എന്താണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നോളജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അല്ലാതെ ഡയറക്റ്റ് കിട്ടൂല റേഷ്യോ അനാലിസിസ് ക്വസ്റ്റ്യൻ ഇന്റർപ്രിട്ടേഷൻ കേട്ടോ. യെസ്. Then always when we are assessing the FS of a company, we have to consider the impact of changes in policies and estimate. കാരണം ലാസ്റ്റ് ഇയറിൽ നിന്ന് എന്തെങ്കിലും പോളിസി ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദാറ്റ് വിൽ അഫക്ട് യുവർ ജഡ്ജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്റ്റാൻഡേർഡിൽ ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് മോഡൽസിൽ ഒരു ചേഞ്ച് വന്നു, കോസ്റ്റ് മോഡലിൽ നിന്ന് മാറിയിട്ട് ഒരു ഫെയർ വാല്യൂ മോഡലിലേക്ക് വന്നു, ഡിപ്രീസിയേഷൻ പോളിസീസിലോ എസ്റ്റിമേറ്റ്സിലോ ഒക്കെ ചേഞ്ച് വന്നു. സോ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അറ്റ് ദ ടൈം ഓഫ് അനലൈസിങ് ആ FS. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ പറയുന്ന SOPL അല്ലെങ്കിൽ SOFP മാത്രം വെച്ചിട്ടുള്ള നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, FS അനലൈസ് ചെയ്യുന്നത്. നൗഡേയ്സ് വിൽ യൂസ് ക്യാഷ് ഫ്ലോസ് ആസ് വെൽ. കാരണം ക്യാഷ് ഫ്ലോസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ, ഇറ്റ് ഗീവ്സ് മോർ റെലവെന്റ് ഇൻഫർമേഷൻ ഫോർ ദ യൂസേഴ്സ്. ഇപ്പൊ ക്യാഷ് ബേസിസ് ഞാൻ ചിലപ്പോൾ ഈ കമ്പനി ഇപ്പൊ ലെറ്റ്സ് സേ അലയൻസ് കമ്പനി അനലൈസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് വൈസ് അക്രൂവൽ ബേസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും കമ്പനി. പക്ഷെ കമ്പനി ചിലപ്പോൾ അടുത്ത 3 മാസം റൺ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവില്ല, വർക്കിംഗ് ക്യാപിറ്റൽ പോലും കാണത്തില്ല. മനസ്സിലായോ? ചിലപ്പോൾ ക്യാഷ് അത്രയും ബേൺ ഔട്ട് ആയി പോയി കാണും. അത് ഗെറ്റിംഗ് ഇറ്റ്. സോ അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ പറഞ്ഞ അക്കൗണ്ടിങ് പോളിസി ചോയ്സസോ ജഡ്ജ്മെന്റോ ഒന്നും തന്നെ ക്യാഷ് ഫ്ലോസിന് ഒരു ഇമ്പാക്ട് കൊണ്ടുവരത്തില്ല. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം മനസ്സിലാവും. അപ്പോൾ കമ്പനിയുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ വരുന്നത് ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ലെറ്റ്സ് സേ 25 CR എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫോർ എ കമ്പനി ലൈക്ക് അലയൻസ് ദെൻ ഇറ്റ്സ് റിയലി എ ഗുഡ് പെർഫോമൻസ്. കാരണം കമ്പനിയുടെ ഒരു മേജർ ക്യാഷ് ഫ്ലോയും വരേണ്ടത് ഓപ്പറേഷനിൽ നിന്നാണ്. അപ്പോൾ ഓപ്പറേഷന് ഇത്രയും ഇൻഫ്ലോ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് talks about the quality of a product or quality of the cash generated from the sale of a product or service. അപ്പൊ ആ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബെറ്റർ പിക്ചർ കൊടുക്കാൻ പറ്റും ബൈ അനലൈസിങ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റാദർ ദാൻ ദിസ് P&L or SOFP. ഇല്ല ശരിക്കും 25 CR ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പറയുമ്പോൾ ഒരു ഗുമ്മുള്ള ഫിഗർ പറയണ്ടേ. സോ ഫിനാൻഷ്യൽ പെർഫോമൻസിൽ നമുക്ക് റേഷ്യോ അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് ആണ്. അപ്പൊ അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഏർലിയർ വി യൂസ് ടു ഫോക്കസ് ഓൺ PBIT അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, അങ്ങനത്തെ റേഷ്യോസ് ആയിരുന്നു നമ്മളിപ്പോൾ മുമ്പേ കണ്ട റേഷ്യോസ് ആണ് കൂടുതലും ആൾക്കാർ ഫോളോ ചെയ്തോണ്ടിരുന്നത്. ബട്ട് നൗ ഡേയ്സ് ഇപ്പോൾ ഒരു കമ്പനി അക്വിസിഷൻ ഒക്കെ വരുന്ന സമയത്തും അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഇബ്ഡിറ്റ എത്ര എന്നുള്ളതാണ്. ലൈക്ക് അപ്പൊ ഇബ്ഡിറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ലൈക്ക് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. ബിക്കോസ് ദാറ്റ് ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ പറയുന്നത് എന്താണ്, ബേസിക്കലി നമ്മുടെ അസംഷൻ ആണ്, എസ്റ്റിമേറ്റ് ആണ്. അതല്ല ആക്ച്വലി അവിടെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഒന്നും എവിടെയും പോകുന്നില്ല. മനസ്സിലായോ? അത് നമ്മുടെ ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് നമ്മൾ ചെയ്തു പോകുന്ന ഒരു സാധനമാണ്, അല്ലാതെ നമ്മുടെ ക്യാഷ് ഫ്ലോ ഇവിടെ പോകുന്നില്ല. അപ്പോൾ ലിറ്ററലി അത് മാറ്റി നിർത്തിയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ,
അപ്പൊ എപ്പോഴും ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം അവർ നോക്കുന്നത് കമ്പനിയുടെ ഇബിഡിറ്റ ആണ്. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് ആൻ അഡീഷണൽ പെർഫോമൻസ് മെഷർ. ഓക്കെ, അപ്പൊ ഇബിഡിറ്റ വെച്ചിട്ടായിരിക്കും കുറെ കാൽക്കുലേഷൻസ് വരുന്നത്. അല്ലെങ്കിൽ കമ്പനി നെറ്റ് ഫിനാൻഷ്യൽ ഡെപ്റ്റ് എത്രയാണെന്ന് ചോദിക്കും. ദെൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോസ്. ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ FM ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് കമ്പനിയുടെ മെയിൻ സോഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ മൈനസ് എനി ക്യാപെക്സ്. ക്യാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊന്ന് പറഞ്ഞു. ഡെപ്റ്റ് മൈനസ് CNC. ഡെറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള ഇപ്പം കറന്റ് ലയബിലിറ്റീസും അങ്ങനത്തെ സാധനമൊക്കെ സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഡെറ്റ് ആണ് നെറ്റ് ഫിനാൻഷ്യൽ ഡെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം ഡെറ്റ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഫിഗേഴ്സ് ഒക്കെയാണ് അവർ കൂടുതലും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, കമ്പയർഡ് ടു ഈ പറയുന്ന ROCE അല്ലെങ്കിൽ PBIT ഫിഗേഴ്സ് ഒക്കെ നോക്കുന്നതിന് പകരം nowadays they will look at this additional performance measures. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡെറ്റ് എന്താണോ ആ ഡെറ്റിനകത്ത് നിന്ന് നമ്മുടെ മേജർ സെറ്റ് ഓഫ്സ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ വാട്ട് ഈസ് നെറ്റ് അവൈലബിൾ, നമ്മുടെ ചില ഫൈനാൻഷ്യൽ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കാണും, ഓർ വി മേ ബി ഹാവിംഗ് സം ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്. അപ്പൊ അതെല്ലാം നെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ നെറ്റ് ഫിനാൻഷ്യൽ ഡെറ്റ് എന്ന് പറയുന്നത്. Is it clear? ഓക്കെ നമുക്കളെ, നെറ്റ് ഫിനാൻഷ്യൽ ഡെറ്റ് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ നെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് ഡെറ്റ് മൈനസ് CE ആൻഡ് CE എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട്, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കറന്റ് ലയബിലിറ്റി സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ലിറ്ററലി നമ്മുടെ ലോങ് ടേം ഡെറ്റ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് ഫിനാൻഷ്യൽ ഫിഗർ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നത് അവര്. ദെൻ ഫ്രീ ക്യാഷ് ഫ്ലോ എന്താ, ക്യാഷ് ഫ്ലോ ഫ്രം അവർ മെയിൻ ഓപ്പറേഷൻസ് മൈനസ് ക്യാപെക്സ്. ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. മേജർ ക്യാപെക്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്യാഷ് ഫ്ലോ എത്ര ഉണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താ, ഈ അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്താ, സ്മോർ ലൈക്ക് നമ്മുടെ ഒരു മാനേജ്മെന്റ് പെർസ്പെക്റ്റീവില് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ എല്ലാ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ഇറലവെന്റ് ആയിട്ടുള്ള പല ജഡ്ജ്മെന്റ്സും ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇത്രയോടെ ഒരു മോർ റെലവെന്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണ് ത്രൂ ദ ഐസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇതാണ് എന്തിന്റെ അഡ്വാൻറ്റേജ്, അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരാം. Okay, they may ask a direct question like how APM will help the investors to understand the company in a better manner. എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോ ഇതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണ് മക്കളെ, APMന്റെ ഒക്കെ മേജർ അഡ്വാൻറ്റേജ് എന്താ, കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോഫിറ്റ്സിനെ പറ്റിയിട്ടും ക്യാഷ് ഫ്ലോസിനെ പറ്റിയിട്ടും ഒരു ബെറ്റർ പിക്ചർ ആർക്ക് കിട്ടുന്നുണ്ടായിരിക്കും, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ടായിരിക്കും. Is it clear? അപ്പൊ IFRS സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു FS അല്ലാതെ ഇത്ര ലേമാൻസ് പെർസ്പെക്റ്റീവില് എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചർ പിക്ചർ ഇത്ര ഒരു ബെറ്റർ ഐഡിയ നമുക്ക് കിട്ടും. Is it clear? Can you reply in the chat? Okay, sir. അപ്പൊ ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പൊ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, എല്ലാവരും APM കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരേ രീതിയിലായിരിക്കത്തില്ല. ഇപ്പൊ രണ്ട് കമ്പനി ഉണ്ടെങ്കിൽ രണ്ടുപേരും APM കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് രീതിയിലായിരിക്കും. മനസ്സിലായോ? പിന്നെ APM കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഒന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. ക്ലിയർ? പിന്നെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ നോർമൽ പ്രോഫിറ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ വാല്യൂ ഇത്ര വലുതായിരിക്കും. പ്രോഫിറ്റ് മേ ബി ലിറ്ററലി ഓവർ സ്റ്റേറ്റഡ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻ എ വേ ഇറ്റ് മേ ഗീവ് കൂടുതൽ പോസിറ്റിവിറ്റി ആയി പോവാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും അവിടെ കിട്ടുന്നത്.
മനസ്സിലായി? കമ്പനിയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒരു ഒപ്റ്റിമിസ്റ്റിക് പിക്ചർ ആയിരിക്കും അവിടെ ആർക്ക് കിട്ടുന്നത്, ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്. ചിലപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സ് ആ ഹോപ്പ് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ടും സാധ്യതയുണ്ട് അവിടെ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. Is it clear everyone? അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ഇതെല്ലാം എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഇതിൽ നിന്നെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ APMന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. ഇപ്പൊ നമുക്കൊരു കമ്പനിയുടെ ഒരു APM ഒന്ന് എടുത്ത് നോക്കാം. ഇത് മാർക്ക് ആൻഡ് സ്പെൻസ് കേട്ടോ നിങ്ങൾ, M&S. അപ്പോൾ അവരുടെ ഒരു പ്രൊഫൈലാണ്. സോ ഹിയർ ദേ ഹാവ് മെൻഷൻഡ് അബൌട്ട് ദെയർ. സോ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആനുവൽ റിപ്പോർട്ട് ഉണ്ട്, ചെയർമാൻസ് ഓവർവ്യൂ ഉണ്ട്, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഉണ്ട്. കണ്ടോ, എല്ലാ കമ്പനിക്കും ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് ഉണ്ട്, കംപ്ലൈൻസ് റിപ്പോർട്ട്സ് കാണും. അപ്പോൾ ഇതിനകത്തിൽ അവർ എന്ത് പറയുന്നുണ്ടായിരിക്കും, along with financial ratios they will also mention about this APM as well. കണ്ടോ, നെറ്റ് ഡെറ്റ് എക്സ്ക്ലൂഡിംഗ് ലീസ് ലയബിലിറ്റീസ്. അപ്പോൾ ഇപ്പം അഡീഷണൽ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട് അവർ. അത് ഗെറ്റിംഗ് ഇറ്റ്? നെറ്റ് പ്രൊമോട്ടർ സ്കോർ, പെർസെൻറ്റേജ് ഓഫ് UK ക്ലോത്തിങ് ആൻഡ് ഹോം സെയിൽസ് ഓൺലൈൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു നോൺ പെർഫോമൻസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അഡീഷണൽ പെർഫോമൻസ് ആണ് കിട്ടുന്നത്, പെർഫോമൻസ് മെഷേഴ്സ് ആണ് കിട്ടുന്നത്. ഗെറ്റിംഗ് ഇറ്റ്? അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നെറ്റ് പ്രൊമോട്ടർ സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ് ലൈക് സ്റ്റോർസ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ എത്ര ഉണ്ട്. അപ്പൊ ഈ അഡീഷണൽ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ യൂസേഴ്സിന് ബെറ്റർ പിക്ചർ കിട്ടും കമ്പനിയെ പറ്റിയിട്ട്. Is it clear? ഓക്കെ ആണോ മക്കളെ? അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പൊ എല്ലാ വലിയ വലിയ കമ്പനീസും അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി along with their reports they used to produce these things. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്, ഇപ്പൊ ലെറ്റ്സ് സേ ഇവരുടെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് എന്താ നമുക്ക് നോക്കാം. സാർ ഇതാരാ പ്രിപ്പയർ ചെയ്യാ? ഓഡിറ്റഡ് ആയിട്ട് പർപ്പസ് ആയിരിക്കും. അപ്രൂവ് ചെയ്യുന്നത് CFO ഒക്കെ ആയിരിക്കും. ഇതല്ല ആനുവൽ റിപ്പോർട്ട്. അതെ അതെ, ഇത് ആനുവൽ റിപ്പോർട്ടാണ് അവരുടെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇപ്പം ഏർലിയർ നമുക്ക് ആനുവൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, ഒരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് മാത്രമായിരുന്നുള്ളത്. ഇപ്പോൾ അതല്ല, വിൽ ഗെറ്റ് ഒരു വ്യൂ അബൌട്ട് ദ ഓവറോൾ കമ്പനീസ് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ്, അതെല്ലാം കാണാനകത്ത്. ഒരു
ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. അതൊരു ജസ്റ്റ് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മീറ്റിംഗ് സമ്മറി എന്താ സംഭവം? മൊത്തം സാറെന്ന് പറഞ്ഞൊക്കെ കിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. മെയിൻ ആയിട്ട് അവരെടുത്ത ഡിസിഷൻസ് ഒക്കെ ആയിരിക്കും. അതാണ്, പബ്ലിഷ് കമ്പനി ആണെങ്കിൽ ഒബ്വിയസ്ലി IPO ഇഷ്യൂ ചെയ്ത കമ്പനിയാണല്ലോ, അപ്പൊ കമ്പനിയുടെ മെയിൻലി നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം. അത്രേ ഉള്ളൂ. Okay. So apart from that, sustainability reports, അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് ക്ലിയർ ആണല്ലോ. ഇപ്പൊ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സും അറിയണം. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള പോലെ, ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ എംപ്ലോയി ടേൺ ഓവർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ്സ്, ദ ബ്രാൻഡ് അവയർനെസ് ആൻഡ് ലോയാലിറ്റി, then എംപ്ലോയ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ റേറ്റ്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ കമ്പനീസിലോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടാവുക, നോട്ട് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദിയർ ഫൈനാൻഷ്യൽസ്. ദെൻ ഫൈനലി ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഇത്രൂടെ നമ്മുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ കമ്പനിയുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് വിൽ മെയിൻലി ഡിസ്കസ് അബൌട്ട് ക്യാപിറ്റൽസ്. ഓക്കെ, അതിന്റെ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെന്റലി എന്തൊക്കെ ക്യാപിറ്റൽസ് ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? ഫൈനാൻഷ്യൽ, മാനുഫാക്ചറൽ, ഇന്റലക്ച്വൽ, ഹ്യൂമൻ, സോഷ്യൽ ആൻഡ് നാച്ചുറൽ. അപ്പൊ ആ 6 ഡിഫറെന്റ് വൈഡർ ആസ്പെക്ട്സിനെ പറ്റിയിട്ടായിരിക്കും ഇവിടെ പറയുന്നത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഫൈനാൻഷ്യൽ, കമ്പനിയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്തൊക്കെ റൈറ്റ്സ് നമ്മുടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രാൻഡ്, അല്ലെങ്കിൽ വാട്ട് ഓൾ അതർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് വി ഹാവ്, കസ്റ്റമർ ബേസ്, then the social factors, then the natural resources that we use and how we use it. ഇതിനെ പറ്റിയിട്ടെല്ലാം തരുന്നൊരു ഓവറോൾ പിക്ചർ വരുന്ന സമ്മറി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി മേക്കിംഗ് അപ് ടു എ പോയിന്റ് വേർ നമ്മളൊരു ഓൾഡ് സ്കൂൾ രീതിയിലല്ല ഇപ്പൊ പോകുന്നത്. എസ്പെഷ്യലി ഫോർ ടെക് കമ്പനീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറെ അഡീഷണൽ ഫാക്ടേഴ്സ് ഒക്കെ നോക്കും. ടെക്നോളജിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ എക്ടെക് കമ്പനീസ് ഒക്കെയാണ് ഇപ്പൊ പറയുന്ന ഗൂഗിൾ, ഫേസ്ബുക്ക് ആപ്പ്. അപ്പൊ അതൊക്കെ കൂടുതൽ ടെക് കമ്പനീസ് ആണ്. ഇപ്പൊ ടെക് കമ്പനീസിന്റെ ഒരു ഓവറോൾ വേ ഓഫ് ഡീലിംഗ് ഡിഫറെന്റ് ആണ്. കാരണം അവരുടെ കുറെ സാധനങ്ങൾ ഇൻടാഞ്ചിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ പക്ഷെ IAS 38 പ്രകാരം നമുക്ക് ഈ പറയുന്ന ഇന്റർണലി ജനറേറ്റഡ് അസറ്റ്സിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബുക്സിൽ കാണിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് വെച്ചിട്ടായിരിക്കും ആ കമ്പനിയുടെ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് ഇൻവെസ്റ്റേഴ്സിലേക്ക്. മനസ്സിലായോ? നമ്മളെല്ലാം പ്രൈവസി ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഔട്ട് ഓഫ് ദ വേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു അക്കൗണ്ടന്റ് പെർസ്പെക്റ്റീവില് നമ്മൾ ഫേസ് ചെയ്യേണ്ട ലിമിറ്റേഷൻസ് ആണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ മേ ബി ടെക് കമ്പനീസിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അവിടെ മെയിൻലി നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണ്, അവരുടെ ആക്ച്വൽ വാല്യൂ എന്താണോ അത് നമുക്ക് FSC കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർ കൂടുതൽ വാല്യൂസ് എന്തായിരിക്കും, ഇതേപോലെ ഇന്റർണലി ജനറേറ്റഡ് ആയിട്ട് കിടക്കുന്ന അസറ്റ്സിലായിരിക്കും. പക്ഷേ IAS 38 സ്കോപ്പ് വെച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബുക്സിൽ കൊണ്ടുവരാനും പറ്റത്തില്ല, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ അല്ലെങ്കിൽ ഊബർ, ട്വിറ്റർ പോലത്തെ ഒക്കെ നമുക്ക് ഇന്നവേ അതൊരു നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ഇനിഷ്യലി അവർക്ക് കുറെ കാര്യങ്ങൾ ഓഫേഴ്സിലൊക്കെ കൊടുത്തത്. അപ്പൊ ദിസ് ആർ ലൈക്ക് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇതെല്ലാം എന്തായിരിക്കും, സിൻസ് ഐ ഇൻകം ദാറ്റ് ഹയർ കോസ്റ്റ് ഇൻ ദ ഇനിഷ്യൽ ഡേയ്സ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ, കമ്പനീസ് എല്ലാം ലോസിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ചിലതൊന്നും നമുക്കൊരു P&L വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയുടെ പെർഫോമൻസ് ഒരിക്കലും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു P&L വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം P&L കംപ്ലീറ്റ്ലി ലോസാണ്. അപ്പോൾ
ആ മാനേജ്മെന്റ് വ്യൂ കിട്ടിയാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ വാട്ട്സ് ദ റീസൺ ഫോർ മേക്കിംഗ് സച്ച് ലോസസ്. ഫ്യൂച്ചറിൽ അത്രയും പ്രോഫിറ്റ് ജനറേഷൻ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ ചാനൽ കാണും, ലൈക്ക് ലൈഫ് സൈക്കിൾ ഓഫ് എ കസ്റ്റമറും എല്ലാം അവർക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഇൻവെസ്റ്റ് ആകത്തുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ല P&L മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ ഊബർ പോലത്തെ കമ്പനീസിലൊന്നും ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരത്തില്ല. ബിക്കോസ് വി നോ ദാറ്റ് ഇനിഷ്യലി ദേ സ്റ്റാർട്ടഡ് വിത്ത് എ ലോസ്. ബിക്കോസ് അത്രയും കസ്റ്റമേഴ്സിനെ ആ ഒരു ലൈഫ് സൈക്കിളിലേക്ക് ആദ്യം അവർ എന്ത് ചെയ്തു, ആ പ്രോഡക്റ്റ് അടിച്ചേൽപ്പിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ സൊമാറ്റോയിലൊക്കെ ചോദിക്കത്തില്ലേ, മോനെ ചായ കുടിക്കാറായോ, ചായ വേണോ, ഫുഡ് വാങ്ങാൻ സമയമായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പൊ സൊമാറ്റോ നിങ്ങളോട് ചോദിച്ചോളും ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ. സോ ദേ ആർ ഇൻഹിബിറ്റിംഗ് ദാറ്റ് തിങ്സ് ടു അവർ ലൈഫ് അല്ലെ. അപ്പൊ അതാണ് അവിടെ അതിന്റെയൊക്കെ ഞാൻ SOP-യിൽ വെച്ചിട്ട് ഞാൻ അത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ there will be some other KPIs, മെമ്പർഷിപ്പ് നമ്പേഴ്സ്, അല്ലെങ്കിൽ മോണിറ്ററി സ്പെൻഡ് പെർ കസ്റ്റമർ, അല്ലെങ്കിൽ പെർ യൂസർ നമ്മൾ എത്രയാണ് സ്പെൻഡ് ചെയ്തത്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എത്രയാണ്. ഈ നമ്പേഴ്സ് ഒക്കെയാണ് അവിടെ ആ കമ്പനീന്റെ വാല്യൂവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രോഫിറ്റ് ഓർ അസറ്റ്സിന്റെ വാല്യൂ വെച്ചിട്ടല്ല നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബേസിക്കലി ഇപ്പോൾ ഊബർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അസറ്റിന്റെ ബേസിൽ അവരെ വാല്യൂ ചെയ്യാനേ പറ്റത്തില്ല. കാരണം ദേ ഡോണ്ട് ഹാവ് എ അസറ്റ് അല്ലെ, അസറ്റ് വർത്ത് ഇല്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു പ്ലാറ്റ്ഫോം ആണത്. അല്ലെങ്കിൽ ഒയോയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താ, പ്ലാറ്റ്ഫോം ആണ് അസറ്റ്. അല്ലാതെ ആ പുള്ളിക്കാരനെ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ പോലും ഓൺ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെയുള്ള കമ്പനീസിലൊക്കെ നോക്കുമ്പോൾ പെർഫോമൻസ് അനാലിസിസ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് SOPL ഓർ SOFP വെച്ചിട്ടായിരിക്കും. സോ ആ സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് നോൺ പെർഫോമൻസ് മെഷേഴ്സ്, നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സും ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സും ഒക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക കൂടുതലായിട്ടും. Is it clear everyone? ക്യാപിറ്റൽസിനെ പറ്റിയൊക്കെ നമ്മളിപ്പം പഠിക്കണോ? എന്തിനാണ് പറ്റിയിട്ടുള്ള? ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സിലുള്ള ആ ക്യാപിറ്റൽസ് ഇല്ല. അല്ല, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് യൂസേഴ്സിന് കിട്ടുന്നത്, ആ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മനസ്സിലായോ? അപ്പാർട്ട് ഫ്രം ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു പ്രിപ്പയർ ആൻ IR. ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണ്ട. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും? ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദ ക്യാപിറ്റൽ, കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ ഹൗ വി ആർ ക്രിയേറ്റിംഗ് വാല്യൂ ഓവർ ദ ടൈം ടു ദ യൂസേഴ്സ്. നമ്മുടെ ബിസിനസ് മോഡലിന്റെ വാല്യൂ ക്രിയേഷൻ എവിടാണ്, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് എന്താണ്, എന്ത് പെയിൻ പോയിന്റ് ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഫാക്ടേഴ്സ്. അല്ലാതെ ഇപ്പൊ നൗഡേയ്സ് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതൊന്നും വളരെ പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓൾവേസ് യു ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പൊ ഒരു ACC എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിലും കേരളത്തിൽ മാത്രം എനിക്കൊന്ന് 60 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തോ ഉണ്ട്. സോ ഓൾവേസ് യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെന്റ്ലി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. അതെന്താണെന്നായിരിക്കും ഇൻവെസ്റ്റർ എന്നോടൊന്നും ചോദിക്കുന്നത്. അല്ല ഞാനിപ്പോ ഈ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു 20 കോടി 50 കോടി വേണമെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് നാളെ ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന സാധനമാണ് ACC, അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് കൈൻഡ് ഓഫ് സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിലും. സോ വി ഹാവ് ടു ഡു സംതിങ് ഡിഫറെന്റ്ലി. എന്താണ് നമ്മുടെ കറക്റ്റ് ബിസിനസ് മോഡൽ എന്ന്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് എ കസ്റ്റമർ എന്താണ് എന്നൊക്കെ പറയുന്നിടത്തായിരിക്കും നമുക്ക് ഇൻവെസ്റ്ററിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ത്രൂ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ ആയിരിക്കും നിങ്ങളുടെ ആൻസറിൽ വരേണ്ടത്. അല്ല നിങ്ങൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുകയൊന്നും വേണ്ട. ഒരു അസറ്റുമായിട്ട്, ലൈക്ക് ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ചോദിക്കില്ലേ ക്വസ്റ്റ്യൻ? അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഹൗ ടെക് കമ്പനീസിലൊക്കെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് വർക്ക്ഔട്ട് ആവുന്ന എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ പറയാം, മനസ്സിലായോ? അപ്പൊ ടെക് കമ്പനീസിന്റെ പെർഫോമൻസ് അനാലിസിസിന് ഒരിക്കലും അപ്പാർട്ട് ഫ്രം SOPL ഓർ SOFP ലിറ്ററലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തായിരിക്കും? ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സും അതേപോലെ തന്നെ അവരുടെ KPIs ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹൗ ദോസ് ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് എ ബെറ്റർ എക്കണോമിക് ഡിസിഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. Is it clear? അപ്പോൾ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ് നമ്മൾ മെയിൻലി കവർ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ക്യാപിറ്റൽസിനെ പറ്റി കവർ ചെയ്യും. ഓൾമോസ്റ്റ് 6 ക്യാപിറ്റൽസ് ഉണ്ട്.
ദെൻ ബിസിനസ് മോഡൽസിനെ പറ്റി കവർ ചെയ്യും. ദെൻ ഹൗ വി ആർ ക്രിയേറ്റിംഗ് വാല്യൂ, ആ വാല്യൂ ചെയിൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Is it clear, everyone? സാർ ഒന്നുകൂടി പറയൂ. എന്നാ? അവസാനം പറഞ്ഞൊന്നുകൂടി പറയൂ. അല്ല, എന്തൊക്കെയാണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സിൽ? മെൻഷൻ അബൌട്ട് ക്യാപിറ്റൽസ്, സിസ് ക്യാപിറ്റൽസ് നമ്മൾ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പറയണം. പിന്നെന്താ, കമ്പനിയുടെ ബിസിനസ് മോഡൽ, ദെൻ ദ വാല്യൂ ക്രിയേഷൻ ഓവർ ദ ടൈം എങ്ങനെയാണെന്നുള്ളതും പറയണം. ഇത് മൂന്നുമാണ് കോറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ത്രൂ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ട്സ്. ഓക്കെ, പറഞ്ഞോ. ഇംപ്ലിമെന്റിനകത്ത് നമ്മള് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ മൈനസ് ചെയ്യുന്ന ഇത് പറഞ്ഞില്ലേ? ആ. അപ്പം അത് പ്രോഫിറ്റ് ഇപ്പം 1000 ആണ്. ഈസ് ആഫ്റ്റർ ഡിഡക്ടിങ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ 500 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. അപ്പോൾ ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്താണ് പ്രോഫിറ്റ്? 1500. അപ്പൊ ആ വാല്യൂ ആയിരിക്കും അവര് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ഡിപ്രീസിയേഷൻ ഓർ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ പക്ക ജഡ്ജ്മെന്റ് ആണ്, അല്ല നമ്മൾ ആർക്കും കൊടുക്കുന്ന എമൗണ്ട് അല്ലല്ലോ. സോ ദോസ് ആർ ഇറലവന്റ് ഫാക്ടേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അല്ല നമ്മൾ ഡിഡക്ട് ചെയ്യുമെന്നല്ല. മനസ്സിലായോ? ബിഫോർ കൺസിഡറിങ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്താണ് പ്രോഫിറ്റ്? ബിക്കോസ് ദോസ് ആർ കംപ്ലീറ്റ്ലി ജഡ്ജ്മെന്റൽ ഫാക്ടേഴ്സ്. അല്ലെ നമ്മൾ എങ്ങും പേ ചെയ്യുന്ന എമൗണ്ട് അല്ല ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇബ്ഡിറ്റേന്റെ ഒക്കെ ഒരു മെയിൻ റെലവൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ടേക്ക് ഓവേഴ്സിനൊക്കെ പോയ സമയത്ത് ഹയർ കമ്പനീസ് ഒക്കെ നമ്മളോട് ചോദിച്ചത് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നല്ല, നിങ്ങളുടെ ഇബ്ഡിറ്റ എന്താണെന്നാണ് ചോദിച്ചത്. കാരണം അസറ്റിലും അല്ലെങ്കിൽ എന്റെ ഇൻടാൻജിബിൾ അസറ്റ്സിലും ഒക്കെ ഇടുന്ന ഡിപ്രീസിയേഷൻ ഒന്നും അമോർട്ടൈസേഷൻ ഒക്കെ അത് എന്റെ ഓൺ പോളിസിയാണ്, അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ അവർ ആദ്യം നോക്കുന്ന ഇബ്ഡിറ്റയാണ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ. സോ ഇബ്ഡിറ്റ മീൻസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ റെലവൻസ് ഇത്രയേ ഉള്ളൂ. കാരണം കുറെ ഇറലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ ഇപ്പോഴത്തെ ഒരു സെനാരിയോയില്. അക്കൗണ്ടിങ് സിറ്റുവേഷനിൽ വേണം, ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ ഒന്നും വലിയ ആവശ്യമില്ല. അവർക്ക് അറിയേണ്ട ഡെറ്റ് എത്ര ഉണ്ട് കമ്പനിയുടെ, അല്ലെങ്കിൽ കമ്പനിയുടെ ഇബ്ഡിറ്റ എത്ര ആണ്, അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ് പെർ കസ്റ്റമർ എത്ര ആണ്, വാട്ട് ആർ ദ വാല്യൂസ് വി ക്രിയേറ്റ്, കസ്റ്റമർ റേറ്റിംഗ് എന്താണ്, ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു VC വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത് നമുക്കൊരു 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോ അതിനെപ്പറ്റി ഒത്തിരി നമുക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ എഴുതിയാലും. അല്ല, നിങ്ങളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇതിന് നമ്മുടെ ചാപ്റ്റർ 22 ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതൊന്ന് വായിച്ചു വിടുക. അതിനകത്തിലെ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളതൊന്ന് വായിച്ചു വിടുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുവാണെങ്കിലും കാണാം, കംപ്ലീറ്റ്ലി അത് കുറെ തള്ളി വെച്ചേക്കുവാണത്. ബേസിക്കലി തള്ളുവാണ്, എന്നെ പ്രൊഫഷണൽ മാനർ നമ്മളൊന്ന് തള്ളണം, അല്ലാതെ ഇവിടെ അക്കൗണ്ടിങ് ഇഷ്യൂ ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായോ? ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഒന്ന് വായിച്ചു, അതിന്റെ ഓവറോൾ പിക്ചർ ആണ് ഞാൻ പറഞ്ഞത്. ഈ ബേസിക് ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ 60 പേജ് വായിക്കുമ്പോൾ 60 പേജ് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പൊ ഫണ്ടമെന്റൽ എന്താണോ എന്നൊരു ഐഡിയ ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ തള്ളിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് ഇനി ഉള്ളത് മാനേജ്മെന്റ് കമന്ററി ആണ്. ലാസ്റ്റ് നമുക്ക് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ബി അവെയർ അബൌട്ട് മാനേജ്മെന്റ് കമന്ററി. എന്താണ് ഈ മാനേജ്മെന്റ് കമന്ററി എന്ന് പറയുന്നത്? അഗെയിൻ ത്രൂ ദ ഐസ് ഓഫ് ദ മാനേജ്മെന്റ് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മാനേജ്മെന്റ് കമന്ററി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ചെയർമാൻസ് ലെറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് മാനേജ്മെന്റ് കമന്ററി. സോ അതിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, ടു പ്രൊവൈഡ് മാനേജ്മെന്റ് അസസ്മെന്റ് അബൌട്ട് കമ്പനീസ് പെർഫോമൻസ്, പൊസിഷൻ ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഗ്രസ്. ഒരു മാനേജ്മെന്റിന്റെ കണ്ണിലൂടെ എന്താണ് കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആസ് എ സപ്ലിമെന്റ് ടു അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അഡീഷണലി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് മാനേജ്മെന്റ് കമന്ററി. അപ്പൊ ഇതിന്റെ മെയിൻ യൂസേജ് ഇത്രയേ ഉള്ളൂ, ഒരു നോൺ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവും. ലെറ്റ്സ് സേ ഈ വർഷത്തെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഭയങ്കര ഹൈ ആയിരുന്നു, അപ്പൊ എനിക്ക് അതിന് പ്രോപ്പർ റീസൺ കാണും. കാരണം ഈ വർഷമാണ് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ വന്നത്, ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അടുത്ത വർഷം ചിലപ്പോൾ ഇത്രയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരത്തില്ല, വി ക്യാൻ എക്സ്പെക്ട് ഹയർ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരിക്കലും ഒരു അക്കൗണ്ടന്റിനല്ല. ആർക്കേ പറയാൻ പറ്റത്തുള്ളൂ? ആ ചീഫ് എക്സിക്യൂട്ടീവ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്കേ പറയാൻ പറ്റുള്ളൂ.
സോ അതുകൊണ്ടാണ് മാനേജ്മെന്റ് കമന്ററി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ ആയിരുന്നത്. സോ അതും ഇൻ എ വേ ഒരു അഡീഷണൽ പെർഫോമൻസ് മെഷേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സാധനമാണ്. സെയിം ലൈക്ക് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ദിസ് മാനേജ്മെന്റ് കമന്ററി. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ചോദിക്കാം. സോ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? We already discussed about elements of integrated reporting. ഇതിന്റെ elements എന്തൊക്കെയാണ്? We'll mention about nature of our business, management objectives ഉം strategies ഉം പറയും. Then community resources, the risk and its relationships, key partners നെ പറ്റിയൊക്കെ നമുക്ക് പറയാം. And the key performance measures that management use to evaluate entities performance. ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷെ പുള്ളി വേറെ എന്തെങ്കിലും ഫാക്ടർ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് ആസ് എ KPI. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് മാനേജ്മെന്റ് കമന്ററി ത്രൂ ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ തരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണത്തില്ല. അത് നമുക്ക് കിട്ടുന്ന ഏത് വഴി തന്നെ ആയിരിക്കും? മാനേജ്മെന്റ് കമന്ററി വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇൻഫർമേഷൻ വിൽ ബി മോർ റെലവെന്റ്, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. Is it clear everyone? അപ്പൊ ഈ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കമ്പയർ ടു FR SBR ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ റേഷ്യോസിലല്ല സ്റ്റക്കായി നിൽക്കുന്നത്. സം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ദാറ്റ് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മെഷേഴ്സ് ദാറ്റ് വി യൂസ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് അവർ കമ്പനി. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ടെക് റിലേറ്റഡ് ആണ് എല്ലാ ഇൻഡസ്ട്രീസ്. അപ്പൊ എല്ലാം ടെക്, ഫിൻടെക് എല്ലാം ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് കണക്ട് ആവുകയാണ്. സോ അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഇനി ഒരു FS അനലൈസ് ചെയ്യുന്ന സമയത്തും അവരോട് P&L ബാലൻസ് ഷീറ്റ് തരാമെന്നല്ലായിരിക്കും പറയേണ്ടത്. വി ഹാവ് ടു ആസ്ക് ഫോർ ദിസ് ഇൻഫർമേഷൻസ്. എങ്കിലേ നമുക്കൊരു ഫ്യൂച്ചർ, കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എന്ത് കിട്ടത്തുള്ളൂ? ഒരു ബെറ്റർ പിക്ചർ കിട്ടത്തുള്ളൂ. നമ്മൾ നോർമലി ഒരു പിക്ചർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ട്രാക്ഷനെ കാണിക്കത്തുള്ളൂ. വിൽ ഓൺലി ഷോ ദ ട്രാക്ഷൻസ്, ഫ്യൂച്ചർ ട്രാക്ഷനെ കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്ത് കാണിക്കത്തില്ല? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണിക്കത്തില്ല. സോ വെൻ ഐ എം പ്രിപ്പയറിംഗ് എ പിച്ച് ഡെക്ക് ഫോർ എ ഇൻവെസ്റ്റർ, ഒരിക്കലും ഞാൻ അവിടെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണിക്കത്തില്ല. ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റെലവെന്റ്. നമ്മളോട് ചോദിക്കുന്ന ഫ്യൂച്ചർ ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ട്രാക്ഷനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എങ്ങനെ ആ ട്രാക്ഷൻ വരുന്നു? Maybe I will give a traction of my total obtainable market, serviceable market എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് സ്റ്റഡി ഞാൻ കാണിക്കും. മനസ്സിലായി? ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് അൾട്ടിമേറ്റ്ലി നീഡ് ദാറ്റ് ഫിഗേഴ്സ്. അല്ലാതെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഒന്നും ആരും റെലവെന്റ് അല്ല. ഇപ്പൊ പല കമ്പനീസും നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ലെറ്റ്സ് സേ ഈ പറയുന്ന ഫിസിക്സ് വാല അല്ലെങ്കിൽ അൺഅക്കാഡമി എന്നൊക്കെ പറയുന്ന കമ്പനീസ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. സോ ദേ ലിറ്ററലി നീഡ്സ് ടു ഇൻക്രീസ് ദർ കസ്റ്റമർ ബേസ്. ആ കസ്റ്റമർ ബേസ് കണ്ടിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. They are not at all bothered about profit. മനസ്സിലായി? അവർ എന്ത് ചെയ്യുന്നത്? കുറെ പ്രീമിയം പ്രൊഡക്ട്സ് കൊടുത്തിട്ട് കസ്റ്റമർ ബേസ് കൂട്ടുവാണ്. കാരണം യൂട്യൂബിൽ ഇത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ വാലിഡ് പ്ലാറ്റ്ഫോം. അവിടെ ഇനി എന്തുകൊണ്ട് വെച്ചാലും എനിക്ക് വിൽക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആ ഡേറ്റയ്ക്കാണ് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പ്ലാറ്റ്ഫോം എടുത്താലും നമ്മുടെ കസ്റ്റമർ ബേസ് ആണ് ഇനി ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ യൂട്യൂബ് ഈസ് എ റെലവെന്റ് സോഴ്സ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വരുന്നത് കൊണ്ട് കാര്യമില്ല. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റാഗ്രാം പേജിൽ എത്ര ഫോളോവേഴ്സ് നോക്കിയിട്ടല്ല എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഐ വിൽ ലുക്ക് അറ്റ് ദ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയോടെ ആ കണ്ടന്റ് ആവശ്യമുള്ളവർ മാത്രമേ അവിടെ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. യൂട്യൂബിൽ ഇപ്പോൾ ഒരു 1 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എന്റെ കമ്പനിയുടെ വാല്യൂ അതനുസരിച്ച് കൂടും. ദാറ്റ്സ് എ അഡീഷണൽ അസറ്റ് ഐ ഹാവ് ഇൻ മൈ ഹാൻഡ്. മനസ്സിലായി? അവിടെ അവർക്ക് എന്ത് വേണമെങ്കിലും ഫ്യൂച്ചറിൽ ചെന്നാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു രീതിയിലുള്ള അനാലിസിസിലേക്ക് നമ്മൾ വരണം. അത് അത്രേ ഈ ഒരു ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല നമ്മൾ ഇനി അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്ക് ടു FR പോയിട്ട് റേഷ്യോ അനാലിസിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തല്ലേ. ക്ലിയർ? അപ്പൊ ഓവറോൾ ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചു വിട്ടേക്കുക. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ എക്സാമിന്. അല്ല ഫുൾ ചാപ്റ്റർ ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. സർ ആ PDF ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? ആണോ? ലാസ്റ്റ് കാണിച്ചതല്ലേ? അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം ഓക്കെ ആണോ? ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 22 ഇത് രണ്ടും എല്ലാവരും ഒന്ന് വായിച്ചേക്കുക. ടൈം കിട്ടുന്ന പോലെ വായിക്കുക. ബട്ട് ആസ് ഐ സെഡ് കുറച്ച് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. മെയിൻ ആയിട്ടും ഞാനിപ്പം സ്ലൈഡ് ഷെയർ ചെയ്യാം. ആ സ്ലൈഡിലുള്ള കാര്യങ്ങളാണ് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. അഡീഷണലി ആ സ്ലൈഡ് ഇല്ലാത്ത ഈ മാനേജ്മെന്റ് കമന്ററി ആണ്. സോ മാനേജ്മെന്റ് കമന്ററി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ?
Yes, sir. ഓക്കെ Sir, ബാക്കി ക്ലാസ്സസ് കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യോ? ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ അപ്പൊ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യുക. മാക്സിമം ഞാൻ സോൾവ് ചെയ്ത് പോകാം. സോ അഗെയിൻ ഐ വിൽ കീപ് എ സെക്ഷൻ സെപ്പറേറ്റ്ലി. ഓക്കെ, ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട് ഞാൻ സെക്ഷനോട് വെക്കാം കേട്ടോ. സോ ഓൾ ഓഫ് യു മീൻ ടൈം കംപ്ലീറ്റ് യുവർ പോർഷൻസ് ആൻഡ് വിൽ ബി ഹാവിംഗ് എ മെയിൻ മോക്ക് ആസ് വെൽ. സോ അതിന്റെ ഡേറ്റ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. Okay.